ഫിസിക്സിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫിസിക്സിൻ്റെ അവസാനത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസർ കിട്ടിയായിരുന്നു എല്ലാവർക്കും. എല്ലാവരും ചെയ്തതായിട്ട് എനിക്ക് തോന്നി. കാരണം ഗ്രൂപ്പിലൊന്നും ആ ആൻസേഴ്സ് ഓടി നടക്കുന്ന കണ്ടില്ല. കണ്ടായിരുന്നോ? കിട്ടിയായിരുന്നോ പ്രോബ്ലത്തിൻ്റെ ആൻസർ? സത്യം പറഞ്ഞു, ഞാനൊന്നും പറയത്തില്ലല്ലോ. സത്യം പറഞ്ഞു, കിട്ടിയായിരുന്നു ആൻസേഴ്സൊക്കെ അവസാനത്തേക്ക്. എളുപ്പമുള്ള പ്രോബ്ലംസാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടാൽ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ടാൽ കിട്ടുന്ന പ്രോബ്ലംസ് ആയിരുന്നു എൻ്റെ അകത്തുള്ളത്. സോ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഇന്ന് ജിബിൻ പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് 2 പേര് ആൻസേഴ്സ് ആരും ഇട്ടില്ല. അതാണ് ഞാൻ ഇട്ടത് കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാത്ത ആൻസറാണെന്ന് എനിക്ക് തോന്നി. അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ എൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ആൻസേഴ്സ് ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. കണ്ടായിരുന്നോ? അതൊക്കെ കാണണം കേട്ടോ. ചുമ്മാ ഇരുന്ന ആൻസേഴ്സ് ആണെങ്കിലും കാണണം. പിന്നെ ഇന്ന് ജിബിൻ ഇട്ട ക്വസ്റ്റ്യൻസ് ഇന്നലത്തെ പത്രത്തിൽ വന്ന അല്ലേ ജിബിനെ? ഇന്നലത്തെ പത്രത്തിൽ വന്നല്ലേ? പത്രം വായിച്ചവർക്കറിയാം. അത് പുലിയന്നൂർ ഗവൺമെൻറ് യു പി സ്കൂൾ, അതായത് അവിടുത്തെ PTA അടക്കം അവിടെ ഒരു കോർണർ ഉണ്ടാക്കി. ഇന്നലത്തെ ഏത് പത്രത്തിലാണ് ഞാൻ വായിച്ചത്? സ്കൂളിലിരുന്ന് വായിച്ചതാണ്. മാതൃഭൂമിക്കകത്താണ് ഞാൻ വായിച്ചത്. അതിൻ്റെ അകത്ത് മാതൃഭൂമിക്കകത്താണ് ഞാൻ വായിച്ചത്. അതിൻ്റെ അകത്ത് 3-ാമത്തെ പേജിലുണ്ട്. അതായത് ഒരു ഗവൺമെൻറ് ന്യൂ LP സ്കൂള് പുലിയന്നൂർ കേട്ടോ. അവിടുത്തെ സ്കൂളിന് അംഗീകാരം കിട്ടി കേട്ടോ. അങ്ങനത്തെയൊക്കെയുള്ള നമ്മളോട് ചോദിക്കാം. റെയറായിട്ടുള്ള വാർത്തകളാണ്. സോ വാർത്തകളൊക്കെ വായിക്കണം കേട്ടോ. അത് നല്ലതാണ്. അതിൻ്റെ അകത്ത് ആൻസേഴ്സ് കമൻറ്റ് ഞാൻ എൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കി 2 പേരെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ ജിബിൻ ഗ്രൂപ്പിലിട്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ആൾക്കാരുള്ളത് നല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടാൻ ഇട്ടോ കേട്ടോ. ഞാൻ കോമൺ ഗ്രൂപ്പ് ഓപ്പൺ ആക്കി തന്നിരിക്കും കേട്ടോ. എന്തുവേണം ഇട്ടോ കേട്ടോ. ഓക്കെ. അപ്പോൾ നോക്കി 5 പേർ ചെയ്തല്ലേ. ഞാൻ ആദ്യം ഒരു 10-10 ആയപ്പോൾ നോക്കിയപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ നിരീക്ഷിക്കുന്നുണ്ടല്ലോ കേട്ടോ. ഓക്കെ. അപ്പോൾ നോക്കി നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. സ്ക്രീൻ കാണാനല്ലേ? ഒരു സൈഡിൽ ക്വസ്റ്റ്യൻ, ഒരു സൈഡിൽ ആൻസറാണ്. കാരണം അങ്ങോട്ട് മാറ്റി കളിച്ചേ. എനിക്കും വട്ടാവും നിങ്ങൾക്കും വട്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ആയിട്ടിരുന്നേ. കുഴപ്പമില്ല, വായിക്കാൻ പറ്റത്തില്ലല്ലോ. കുഴപ്പമുണ്ടോ? വായിക്കാൻ പറ്റത്തില്ലേ? ഓക്കെ. ഒപ്പം നോക്കിയേ. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉണ്ടർ ജോസ സർവീൻസ് ആണല്ലേ? ഗ്രൂപ്പിൽ തന്നെ നടക്കുന്നറിയണ്ട, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ. എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ് ചന്ദ്രഗ്രഹണം. ശരിയാണോ പോയിന്റ്? പറഞ്ഞു നോക്കിയോ. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുന്നതാണ് ചന്ദ്രഗ്രഹണം. നമ്മൾ 2 കോഡ് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താണ്? EMSഉം SEMഉം അല്ലേ? എന്താണ് EMS എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഭൂമിക്കും അതുപോലെ ചന്ദ്രനും സൂര്യനും ഇടയിൽ ആര് വരണം? ഭൂമി വരുന്നതിന് പറഞ്ഞ പേരാണ് സൂര്യഗ്രഹണം. അഥവാ സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുന്നതിന് പറഞ്ഞ പേരെന്താണ്? സൂര്യഗ്രഹണമാണ് കേട്ടോ. സൂര്യഗ്രഹണം വരുന്നത്. അപ്പോൾ ഈ പോയിന്റ് തെറ്റാണ്. അടുത്തത്, ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ശരിയാണോ? ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രനെ കാണുവാൻ സാധിക്കില്ല. ശരിയാണോ പറഞ്ഞത്? സാധിക്കുമോ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രനെ കാണാനായിട്ട്? സാധിക്കുമോ? സാധിക്കില്ല. പറഞ്ഞത് ശരി കേട്ടോ. സാധിക്കത്തില്ല. കാരണം എവിടെ നോക്കുന്നവർക്കാണ് ചന്ദ്രനെ നോക്കാൻ സാധിക്കാത്തത്? എവിടെ നോക്കുന്നവർക്കാണ് ചന്ദ്രനെ കാണാൻ സാധിക്കാത്തത്? ഭൂമിയിൽ നിന്ന് നോക്കുന്നവർക്ക് കേട്ടോ. എൻ്റെ അത് പറയുന്നുണ്ട് അല്ലേ? അതായത് നമ്മുടെ ഭൂമിയിൽ നിന്നും ചന്ദ്രനെ നോക്കുവാണെങ്കിൽ ആ സമയം ചന്ദ്രനെ കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അടുത്തത്, നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഒട്ടും അപകടമില്ലാത്ത ഗ്രഹണമാണ് ചന്ദ്രഗ്രഹണം. ശരിയല്ലേ പറഞ്ഞത്? സൂര്യഗ്രഹണം പോലെ അപകടമൊന്നുമില്ല. എന്താണ്? നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ അപകടമില്ലാത്ത ഗ്രഹണമാണ് നമ്മുടെ ചന്ദ്രഗ്രഹണം. പക്ഷേ സൂര്യഗ്രഹണമാണെങ്കിലോ എന്തായാലും പ്രശ്നം? നഗ്നനേത്രം കൊണ്ട് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമുക്ക് നമ്മുടെ കണ്ണിന് കേടാണ്. അതിനുവേണ്ടി നമ്മൾ 2-3 സാധനങ്ങളെ യൂസ് ചെയ്യും. അതിന് പറഞ്ഞ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അതിനുവേണ്ടി നമ്മൾ 2-3 സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും. അതിന് പറഞ്ഞ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മുടെ എക്സ്റേ ഫിലിം, അതുപോലെ തന്നെ സേഫ്റ്റി ഗ്ലാസസ്. ഓർമ്മയില്ലേ? ഒരു കൊച്ചിങ്ങനെ സേഫ്റ്റി ഗ്ലാസ് ഒക്കെ പിടിച്ച് നമ്മുടെ സൂര്യനെ നോക്കുന്ന ഒരു പിക്ചറൊക്കെ ഉള്ളത്. അതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഇതാണ് സേഫ്റ്റി ഗ്ലാസസും അതേപോലെ തന്നെ നമ്മുടെ എക്സ്റേ ഫിലിമൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് നമുക്ക് നോക്കിയാൽ എന്താണ് ഇഷ്യൂ ഇല്ല. അതുപോലെ നമ്മുടെ വെൽഡർമാർ കൊണ്ട് നടക്കുന്ന ഒരു കണ്ണാടി പോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? അവർ കണ്ണിങ്ങനെ മറച്ചു വെച്ച് അടിക്കുന്നത്, ഈ ഒരു ഹെൽമെറ്റ് പോലിരിക്കുന്ന സാധനം. അതിൻ്റെ അകത്ത് ഒരു കട്ടിയുള്ള കറുത്ത ഗ്ലാസ് പീസ് കിടക്കുന്നു കേട്ടോ. അത് വെച്ച് നോക്കിയാലും ഇഷ്യൂ ഇല്ല. എന്താണ്? അതൊരു ഗ്ലാസ് ആണ് കേട്ടോ. ഒരു ഗ്ലാസ് പീസാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്റ്റഡ് ആണ് കേട്ടോ. അതിൻ്റെ അകത്ത് കറുത്ത നിറമുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് സൂര്യൻ്റെ പ്രകാശം നേരിട്ടടിക്കാതെ ചെറിയ തോതിൽ നമുക്ക് സൂര്യഗ്രഹണം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കി 1 തെറ്റ് 2, 3 ശരി. അതെവിടെ ഉള്ളത്? ഓപ്ഷൻ സിയിലുണ്ടോ? 1 തെറ്റ് 2, 3 ശരി. അതാണ് ശരിയായിട്ടുള്ള ആൻസർ, ഓപ്ഷൻ സി. അടുത്തത്, പാരമ്പര്യ ഊർജ്ജസ്രോതസ്സിന് ഉദാഹരണമാണ് പെട്രോളിയം. ഇനിയും പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സിന് എക്സാമ്പിളാണ് കാറ്റ്. ശരിയാണോ പറഞ്ഞത്? പാരമ്പര്യ ഊർജ്ജസ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നത്. ശരിയല്ലേ? അതായത് നമ്മൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകുന്നതാണോ തീർന്നു പോവാത്തതാണോ പാരമ്പര്യ ഊർജ്ജസ്രോതസ് എന്ന് പറയുന്നത്? ഉപയോഗിക്കും തോറും തീരുന്നതാണോ തീർന്നു പോവാത്തതാണോ പാരമ്പര്യ ഊർജ്ജസ്രോതസ് എന്ന് പറയുന്നത്? എന്താണ്?
തീരും കേട്ടോ, തീർന്നു പോകും. അതായത് ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതിന് പറഞ്ഞ പേരാണ് പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകൾ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് പെട്രോളിയം. ശരിയല്ലേ? പെട്രോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തതിനാൽ സംഭവിക്കും, തീർന്നു പോകും. തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇന്ന് തീർന്നു പോയിട്ട് നാളെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഈ പറഞ്ഞ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ? പെട്രോൾ, മണ്ണെണ്ണ, അതുപോലെ ഡീസലൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ അതിനകത്ത് കളയുന്നത് അല്ലേ? അനേകായിരം കോടി വർഷങ്ങൾ ഈ പറഞ്ഞ ജന്തുക്കളുടെയും ജീവജാലങ്ങളുടെയൊക്കെ അവശിഷ്ടം ഭൂമിക്കടിയിൽ കിടന്നാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ തീർന്നു പോയാൽ പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പം പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം, അത് ശരിയാണ്. ഇനിയും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് കാറ്റ്. അതായത് നമ്മൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകത്തില്ല അല്ലേ? കാറ്റ്, തിരമാല, ഇതൊക്കെ എന്താണ്, നമ്മൾ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകത്തില്ല അല്ലേ? അതിന് പറഞ്ഞ പേരാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. അതിന് എക്സാമ്പിളാണ് കാറ്റ്. ഈ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇത് കിടക്കുന്നത് 5ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞ പാഠത്തിലെ 63ാമത്തെ പേജിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇനി ഒന്നാമത്തെ ആണെങ്കിൽ 5ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമായിട്ടുള്ള മാനത്തെ നിലക്കാഴ്ച എന്ന് പറഞ്ഞ പാഠത്തിൽ 41, 42, 43 എന്ന് പറഞ്ഞ പേജിൽ കിടപ്പുണ്ട് കേട്ടോ. പേജ് എടുത്ത് കാണിക്കാതെ നമ്മുടെ സമയം വീണ്ടും പോകുന്നതുകൊണ്ടാണ് എടുത്ത് പഠിക്കണം കേട്ടോ. ഓൾറെഡി നിങ്ങൾ സോൾവ് ചെയ്താണ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പേപ്പർ എടുത്ത് കാണിക്കാത്തത്. ഇൻ കേസ് കാണിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാ മെറ്റീരിയൽ നമ്മുടെ കേട്ടോ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. നോക്കിക്കേ, സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് സോളാർ സെൽ. ശരിയാണോ പറഞ്ഞത്? നമ്മുടെ സൗരോർജ്ജത്തെ, അതായത് സോളാർ എനർജീനെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാൻ കഴിയുന്ന സംവിധാനത്തിന് പറഞ്ഞ പേരാണ് സോളാർ സെൽ. ശരിയാണ് അല്ലേ? നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും സോളാർ പാനലൊക്കെ വെക്കുന്നത് അല്ലേ? ശരിയാണ്. ഇനിയും സോളാർ സെല്ലുകളുടെ നിരയാണ് സൗരോർജ്ജ പാനലുകൾ. ശരിയാണോ? സോളാർ സെല്ലുകൾ ഇങ്ങനെ നിരയായിട്ട് വെക്കുന്നതിന് പറഞ്ഞ പേരാണ് സൗരോർജ്ജ പാനലുകൾ. നമ്മൾ എറണാകുളത്തെ കേസൊക്കെ പഠിച്ചത് അല്ലേ? എറണാകുളത്ത് എവിടെയാണ് കൂടുതലായിട്ട് ഉള്ളത്? എറണാകുളം എവിടെയാ? നമ്മുടെ എയർപോർട്ട് കേട്ടോ, നെടുമ്പാശ്ശേരി എയർപോർട്ട് ഒരു 80% മുകളിലും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന എവിടെ നിന്നാണ്? ഈ പറഞ്ഞ സോളാർ എനർജി വെച്ചുകൊണ്ടാണ്. അടുത്തത്, സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള പാളികളാണ് സൗരോർജ്ജ പാനലുകൾ. ശരിയല്ലേ പറഞ്ഞത്? സിലിക്കൺ കൊണ്ടാണ് നിർമ്മിക്കുന്നതെന്ന് നമ്മൾ അതിൻ്റെ അകത്ത് എടുത്ത് പഠിച്ചത്, ഒരു ബോക്സിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം അത് സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ദീർഘചതുരാകൃതിയിലുള്ള, അതായത് ഇങ്ങനെയാണ് അതിൻ്റെ പാളികൾ. ഇതിനകത്ത് ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് പേപ്പർ പോലെ വെട്ടുകളായിരിക്കും കാണപ്പെടുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ചതുരാകൃതിയിലുള്ള എന്താണ് പാളികളാണ് നമ്മൾ സൗരോർജ്ജ പാനലായിട്ട് വെക്കുന്നത്. അപ്പം ഓപ്ഷൻ 1, 2, 3 എന്താണ്? ശരിയാണ്. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഉണ്ടോ? 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഇപ്പം പറഞ്ഞു നിർത്തിയുള്ളൂ. എന്താണ്? ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞ ശരിയാണോ? നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് പ്രശ്നം. പക്ഷെ പാരമ്പര്യത്തിന് കുഴപ്പമുണ്ടോ? എത്ര ഉപയോഗിച്ചാലും എന്ത് ചെയ്തില്ല? തീർന്നു പോവുകയില്ല. അപ്പോൾ ഇത് തെറ്റാണ് പറഞ്ഞത്. അടുത്ത എന്താണ്? എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്തവയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. അത് ശരിയാണോ? ഇപ്പം പറഞ്ഞ അതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ അതും തെറ്റാണ് അല്ലേ? ഇത് രണ്ടും തിരിഞ്ഞും മറിഞ്ഞും വന്നാലും അത് ഓക്കെ ആയിരുന്നു അല്ലേ? അതായത് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ശരിയായിരുന്നു. ഇനിയും എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്തവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ വെച്ചാൽ പോയിന്റ് ശരിയായനെ. ഇവിടെ എന്താണ്? രണ്ടും തല തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1ഉം 2ഉം തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കിട്ടിയില്ലേ? അപ്പോൾ കോൺസെപ്റ്റ് അറിയെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയും ഉത്തോലകങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്താണ്? ഉത്തോലങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് ഇവിടെ ഞാൻ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്തവയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കേട്ടോ. വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് നമ്മുടെ ഏത് ഇത് നോക്കിയാലും ഈ പറഞ്ഞ പാരമ്പര്യ അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് എന്നൊരു ചോദ്യം ഉണ്ട്. സോ ഇത് തമ്മിൽ തിരിഞ്ഞു പോകലും, കാരണം ഇത് ഒരേ വാക്ക് പോലെ തോന്നുന്നുണ്ട്. മിക്കവർക്കും തിരിഞ്ഞു പോകുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് തിരിഞ്ഞു പോയിട്ടില്ലേ? പാരമ്പര്യമാണോ പാരമ്പര്യേതരമാണോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഓർത്താൽ മതി, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടത്തില്ലേ? അതൊക്കെ കുറേ നാൾക്ക് ശേഷം തീർന്നു പോകത്തില്ലേ? എല്ലാം നശിച്ചു പോകത്തില്ലേ? ശരിയല്ലേ? അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാം. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതൊക്കെ കുറേ നാൾക്ക് ശേഷം നമ്മുടെ നിന്ന് കൈവിട്ട് പോകത്തില്ലേ? അതോ എല്ലാവരും എല്ലാ കൊല്ലം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമോ പാരമ്പര്യമായിട്ട് കിട്ടിയത്? ഓർത്ത് നോക്കിയേ, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന സ്വത്ത്, നമുക്ക് കിട്ടുന്ന കഴിവുകൾ, ഇതൊക്കെ എന്താണ്? കുറേ തലമുറ കഴിയുമ്പോൾ തീർന്നു പോകും. ശരിയല്ലേ? അത് നിങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. ഉണ്ടോ?
ഇല്ലല്ലേ? അപ്പോൾ എന്താണ്? അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല കണ്ടോ, പാരമ്പര്യമായിട്ട് കിട്ടുന്നതെല്ലാം തീർന്നു പോകും. ഇനി നോക്കിയേ, പാരമ്പര്യേതര കണ്ടോ, അവിടെ ഒരു പാരമ്പര്യേതര എന്ന് പറയുള്ളൂ, ഒരു കുറച്ചുകൂടി നീട്ടമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് കുറച്ച് നാളുകൂടി നീണ്ടു നിൽക്കും, അതായത് തീർന്നു പോകത്തില്ല എന്ന് ഓർത്ത് വെക്കണം. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഇനി മറക്കല്ലോ കേട്ടോ. കേട്ടോ, അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നമ്മുടെ PSC പരീക്ഷയ്ക്ക് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എന്ന് വെണ്ടയ്ക്കാൻ എഴുതി തരത്തില്ല. സോ ബെറ്റർ മേളത്ത് പിടിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, വേറൊരു രക്ഷയില്ല ജീവനെ. ഓക്കെ, അടുത്തതൊക്കെ ഉത്തോലകങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്താണ്? ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിന് പറഞ്ഞ പേരാണ് ധാരം. ശരിയാണോ പറഞ്ഞത്? നമ്മളൊരു കോഡ് പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു കോഡ്? കോഡ് ഓർക്കുന്നുണ്ടോ? ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? ക്ലാസ് ഞാൻ പറഞ്ഞ ഓർമ്മയില്ല ആർക്കും? ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓർക്കണാണ്, ധാരമാണ് ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദു. അതായത് കത്രിക എടുക്കുവാണെങ്കിൽ കത്രികയുടെ നടുക്കത്തെ ആ പോയിന്റ് ഇല്ലേ, രണ്ട് കഷ്ണങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ചലിക്കുന്ന പോയിന്റ്, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന പോയിന്റ്, അതിന് പറഞ്ഞ പേരാണ് ധാരം. പറഞ്ഞത് ശരിയാണോ? ശരിയാണോ പറഞ്ഞത്? ശരിയാണോ പറഞ്ഞത്? ശരിയാണ് അല്ലേ? അപ്പോൾ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിന് പറഞ്ഞ പേരാണ് ധാരം. ശരിയാണ്. അടുത്തത്, ഉത്തോലകത്തിന് മേൽ നാൻ പ്രയോഗിക്കുന്ന ബലത്തിന് പറയുന്ന പേരാണ് യജ്ഞം. നമ്മൾ കട്ട് ചെയ്യുമ്പം നമ്മുടെ ആ കത്രിക പിടിച്ച് ഞെക്കുന്നില്ലേ, ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് യജ്ഞം. ശരിയാണോ പറഞ്ഞത്? ശരിയാണ് അല്ലേ? ഇനി രത്നം ഉപയോഗിച്ച് നമുക്ക് തൊട്ടിപ്പറേ പേപ്പർ മുറിക്കാൻ പറ്റുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് രോധം. അതായത് രത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. ശരിയാണോ പറഞ്ഞത്? ശരിയാണോ പറഞ്ഞത്? ശരിയാണ്. അപ്പം 3 പോയിന്റ് ശരിയാണ് കേട്ടോ. അപ്പോൾ ഓർക്കണം, എയും ബിയും സിയും ശരിയാണ്. എന്താണ് നമ്മുടെ 1, 2, 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കൂടുതൽ വേണ്ടിയിട്ട് 5ാം ക്ലാസ്സിലെ 6ാം പാഠമായിട്ടുള്ള ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറഞ്ഞ പാഠഭാഗം റെഫർ ചെയ്യുക. അല്ലാതെ നമുക്ക് ക്ലാസ് കയറി കാണുക. ലൈവിൻ്റെ അകത്ത് ഓരോ എക്സാമ്പിളും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കോഡ് ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല എന്ന് പറഞ്ഞാൽ 1ാം വർഗ്ഗ ഉത്തോലകം. പാക്കറിൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 നാരങ്ങ ബോട്ടിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞാൽ 2ാം വർഗ്ഗ ഉത്തോലകം. പിന്നെ 3 കുട്ടികൾ ഐസ് ചവച്ചു എന്ന് പറഞ്ഞാൽ 3ാം വർഗ്ഗ ഉത്തോലകം. അത് ഇതിൻ്റെ താഴത്തെ ക്വസ്റ്റിനകത്ത് വരും കേട്ടോ. എന്നാൽ ഓർക്കുമ്പോൾ അങ്ങ് ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും ധാരം മധ്യത്തിൽ വരുന്ന ഒരു ഉത്തോലകങ്ങളാണ് 1ാം വർഗ്ഗ ഉത്തോലകങ്ങൾ. ശരിയാണോ പറഞ്ഞത്? ധാരം മധ്യത്തിൽ വരുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് 1ാം വർഗ്ഗ ഉത്തോലകം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലേ, എന്താണ്? നമ്മുടെ ധാരാവി എന്നോർത്ത്. അപ്പം ധാരാവിക്ക് വരും ധാരാ ചേർത്താം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ധാരം നടുക്ക് വരികയാണെങ്കിൽ അത് 1, രോധം നടുക്ക് വരികയാണെങ്കിൽ 2, യജ്ഞം നടുക്ക് വരികയാണെങ്കിൽ അത് 3. ഇങ്ങനെയല്ലേ പഠിച്ചത് ധാരാവിന്ന്. അപ്പം അങ്ങനെ ഓർത്ത് വെച്ചാൽ കേട്ടോ. അപ്പറേ ഇപ്പറയും നമ്മുടെ രത്നത്തെയും യോത്തെയും ധാരമാണെങ്കിൽ ഇവിടെ യജ്ഞം ഇടുക, ഇവിടെ രോധം ഇടുക, അങ്ങനെ ഇട്ടാൽ മതി, തെറ്റിപ്പോകത്തില്ല കേട്ടോ. അപ്പം ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോന്ന് ഓർത്തിരുന്നാൽ മതി. 1, 2, 3 ആ ഒരു കോൺസെപ്റ്റോട് പോന്നോർക്കുക. ഇനിയും ധാരം മധ്യത്തിൽ വരുന്ന ഉത്തോലകങ്ങളാണ് 1ാം വർഗ്ഗ ഉത്തോലകങ്ങൾ. ശരിയല്ലേ പറഞ്ഞത്? ധാരം മധ്യത്തിൽ വരുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് 1ാം വർഗ്ഗ ഉത്തോലകം. അടുത്തതാണ് ത്രാസ്. ഒരു 1ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ത്രാസ് എന്ന് പറയുന്നത് 1ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ശരിയല്ലേ പറഞ്ഞത്? നമ്മൾ പഠിച്ച കോഡനായിരുന്നോ? ത്രാസ് ഒരു 1ാം വർഗ്ഗ ഉത്തോലകമാണ്. കാരണം എന്താണ്? സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ ആർക്ക് ത്രാണിയില്ല? കത്രികയ്ക്ക് ത്രാണിയില്ല. അപ്പം നോക്കി, സീസോ പ്ലെയർ 1ാം വർഗ്ഗമാണ്, കപ്പി നഖം വെട്ടി, കത്രിക, ത്രാസ് ഇതെല്ലാം എന്താണ്? 1ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. പഠിച്ചു ഓർക്കുന്നില്ലേ കോഡൊക്കെ? ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? 1ാമത്തെ പോയിന്റും 2ാമത്തെ പോയിന്റും ശരിയാണ്. അതുകൊണ്ട് 1ഉം 2ഉം ശരിയാണ് കേട്ടോ. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കിയേ, വീണ്ടും ആ ക്വസ്റ്റ്യൻ തന്നെ. 1ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കപ്പി. ശരിയല്ലേ പറഞ്ഞത്? കണ്ടോ, സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല. അപ്പോൾ സീസോ പ്ലെയർ 1ാം വർഗ്ഗ ഉത്തോലകം, കപ്പിയുണ്ട്, നഖം വെട്ടിയുണ്ട്, കത്രികയുണ്ട്, ത്രാസുണ്ട്. അപ്പോൾ നോക്കിയേ, 1ാം വർഗ്ഗത്തിന് ഉദാഹരണമാണ് കപ്പി. 1 ശരിയാണ്. ഇനി 2ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് നാരങ്ങാഞ്ഞെക്കി. ശരിയല്ലേ? 2ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് നാരങ്ങാഞ്ഞെക്കി. കോഡനായിരുന്നോ? പാക്കരൻ കയ്യിലുണ്ടായിരുന്ന 2 നാരങ്ങ ബോട്ടിലേക്ക് എറിഞ്ഞു. എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ പാക്കരൻ അതിനകത്ത് ആരാ ഉള്ളത്? പാക്കുവെട്ടി. കയ്യിൽ എന്ന് പറഞ്ഞതാണ്. കയ്യിൽ എന്നായിരുന്നു വരേണ്ടത്? കയ്യിൽ ഏത് സാധനം വരേണ്ടത്? കയ്യിൻ്റെ അകത്ത് കയ്യിൻ്റെ അകത്ത് എന്നാ വരേണ്ടത്? കയ്യിൽ. ഓർക്കുന്നില്ലേ? നമ്മുടെ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് പോകുന്നേ. കയ്യിൽ ഉണ്ടായിരുന്ന 2 നാരങ്ങ എന്ന് പറഞ്ഞതാണ് 2ാം വർഗ്ഗ ഉത്തോലകം. നാരങ്ങ ഞെക്കി, ബോട്ടിലേക്ക്, ബോട്ടിൽ ഓപ്പണർ, ഇതെല്ലാം എന്താണ്? 2ാം വർഗ്ഗ
ഉത്തോലകങ്ങളാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 2ാം വർഗ്ഗ ഉത്തോലകമാണ് നാരങ്ങഞ്ഞക്കി. അടുത്ത നോക്കിയേ, 3ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ബോട്ടിൽ ഓപ്പണർ. ശരിയാണോ? ശരിയാണോ? 3ാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ബോട്ടിൽ ഓപ്പണർ. 3 കുട്ടികൾ ഐസ് ചവച്ചു എന്നാ പറയുക. അപ്പം 3 ഐസ് സ്റ്റോണ്, ചവണ ഇതെല്ലാമാണ് അവിടെ വരേണ്ടത്. ബോട്ടിൽ ഓപ്പണർ ഏതിൽ വരേണ്ടതാ? നമ്മുടെ 2ാം വർഗ്ഗത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ഈ പോയിന്റ് തെറ്റാണ്. സോ 1ഉം 2ഉമാണ് ശരി, 3 തെറ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 2ഉം ശരി, 3 തെറ്റ്. അപ്പം 3 കോഡ് ഓർത്തിരിക്കും കേട്ടോ. എന്താണ്? നമ്മുടെ സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രിക്ക് താണിയില്ല, 1ാം വർഗ്ഗം. 2ാം വർഗ്ഗം എന്താണ്? പാക്കരൻ കയ്യിലുണ്ടായ 2 നാരങ്ങ ബോട്ടിലേക്ക് എറിഞ്ഞു. 3ാമത്തെ വർഗ്ഗമാണെങ്കിൽ എന്താണ്? 3 കുട്ടികൾ ഐസ് ചവച്ചു. അപ്പം ചവണ അതെല്ലാം വരും കേട്ടോ. അപ്പോൾ ആ കോഡുകൾ ഓർത്തിരുന്നാൽ എളുപ്പമാകും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്താണ്? ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ. ശരിയാണോ പറഞ്ഞത്? ശരിയാണോ? ശരിയാണോ? ഡീൽ ചെയ്തു. ശരിയല്ലേ? ഡീൽ ചെയ്യണ്ട. ഓക്കെ, ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1961 യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്. ശരിയാണോ? ശരിയാണോ? ശരിയാണ്. ഇനിയും ഏത് വാഹനത്തിലാണ് എത്തിയത്? സ്പുട്നിക് 1ലാണോ എത്തിയത്? ആണോ? കഴിഞ്ഞ വട്ടത്തെ LPSA ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. ഏത്? സ്പുട്നിക് 1ലാണ് എത്തിയത്? അല്ല, പകരം ഏതിലാണ്? വോസ്റ്റോക്ക് 1ലാണ് നമ്മുടെ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് തെറ്റാണ്. അപ്പോൾ ഓർത്തണം, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് നമ്മുടെ യൂറി ഗഗാറിൻ. 1961 യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്. പക്ഷേ സ്പുട്നിക് 1ലായിരുന്നു. എവിടെയായിരുന്നു? വോസ്റ്റോക്ക് 1ലായിരുന്നു ബഹിരാകാശത്ത് എത്തിയത്. സോ 1ഉം 2ഉം ശരി, 3 തെറ്റ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം ശരി എന്ത് ചെയ്യും? ഓപ്ഷൻ ബി കേട്ടോ. കൂടുതൽ റെഫറൻസിന് വേണ്ടി 5ാം ക്ലാസ്സിലെ 9ാം പാഠമായിട്ടുള്ള ബഹിരാകാശം വിസ്മയുടെ ലോകം എന്ന് പറഞ്ഞ പാഠത്തിലെ 109ാം പേജിൻ്റെ അകത്ത് നല്ല മുഴുപ്പി കിടപ്പുണ്ട്, വായിക്കണം കേട്ടോ. അതിൻ്റെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടോ. വോസ്റ്റോക്ക് 1 എന്ന് പറഞ്ഞ ബഹിരാകാശ പേടത്തിലാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത്. സ്പുട്നിക് 1 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹമാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ശരിയാണോ? ആര്യഭട്ടയാണോ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം? ശരിയാണ്. അടുത്തത്, ആര്യഭട്ട വിക്ഷേപിച്ച വർഷമാണ് 1975. ശരിയാണോ? ശരിയാണോ? ശരിയാണ് കേട്ടോ. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഈ 2 പോയിന്റ് ഇതും ആ പാഠത്തിൽ തന്നെയുള്ളതാണ്. ഏത്? നമ്മുടെ 5ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമായിട്ടുള്ള ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ പാഠത്തിൽ തന്നെയുള്ളതാണ്. റെഫർ ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഇന്ത്യയുടെ ISRO, ചൈനയുടെ ESA, യൂറോപ്പിൻ്റെ CNSA, റഷ്യയുടെ RSA, പിന്നെ നാസയുണ്ട്. അപ്പോൾ ഓരോന്ന് വെച്ച് പറഞ്ഞേ, ആരുടെയാണ് ഇന്ത്യയുടെ ഈ പറഞ്ഞ വിക്ഷേപം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞ പേരെന്താണ്? ഇന്ത്യയുടെ എന്നതാ? ISRO. അപ്പോൾ ISRO എന്ത് ചെയ്യും? 1 ഇതിന് പോയി. 1 5ന് പോയി. 1 5 ഇവിടെ. 1 5. അടുത്തത് ചൈനയുടെ എന്താ? ചൈനയുടെ CNSA. ശരിയാണ്. അപ്പോൾ 2 ഇവിടെ വന്നു. അടുത്തത് യൂറോപ്പിൻ്റെ എന്താ? യൂറോപ്പിൻ്റെ എന്താ? ESA കേട്ടോ. ESA. അടുത്തത് റഷ്യയുടെ ഏതാ? റഷ്യയുടെ RSA കേട്ടോ. RSA കേട്ടോ. 6 ഉണ്ടോ തുടക്കം? അപ്പോൾ ഓർത്തിക്കണം, RSA എന്താണ്? റഷ്യയുടെ. അപ്പം എന്താണ്? 1 നമ്മുടെ ഓപ്ഷൻ എ ആണ് വരേണ്ടത്. 1 5 2 2 5 6 7. പിന്നെ അതുപോലെ 3 വരുമ്പം 6, 4 വരുമ്പം 7. ഇവിടെ ഒരു പ്രിൻറ്റിംഗ് എറർ ഉണ്ട് കേട്ടോ. ഇതൊരു പ്രിൻറ്റിംഗ് എറർ കേട്ടോ, അത് നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വേണ്ടത്. പിന്നെ അതുപോലെ ഓർത്തിരിക്കുന്നതാണ് ഇന്ത്യയുടെ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് ഫുൾ ഫോം പറയും. ചൈനയാണെങ്കിൽ CNSA, ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ഫുൾ ഫോം പറയും. യൂറോപ്പ് ആണെങ്കിൽ ESA, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് ഫുൾ ഫോം പറയും. റഷ്യ ആണെങ്കിൽ RSA, റൺവ സ്പേസ് ഏജൻസി എന്ന് പറയും. USA ആണെങ്കിൽ നാസ, നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ഫുൾ ഫോം പറയും. ജപ്പാൻ ആണെങ്കിൽ JAXA, ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി എന്ന് ഫുൾ ഫോം പറയും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് നമ്മുടെ എന്താണ്? നമ്മുടെ പേജ് നമ്പർ 115 ഈ പറഞ്ഞ ബഹിരാകാശ വിസ്മയങ്ങളുടെ ലോകം എന്ന പാഠത്തിൽ തന്നെയുള്ളതാണ്. അതും നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വേൾഡ് കോസ്മോട്ടിക്സ് ഡേ ആണ് ഏപ്രിൽ 12. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമാണ് ഡിസംബർ 14. ഇത് അവസാനം പറയുന്ന ഓർക്കുന്നുണ്ടോ? ഡിസംബർ 14 കാര്യം. അപ്പോൾ ഇത് 2ഉം ശരിയാണോ? 2 ശരിയാണോ? 2ഉം ശരി കേട്ടോ. 2 പ്രസ്താവനയും ശരിയാണ്. സോ ഓർത്തിരിക്കാം കേട്ടോ. ഇത് ടീച്ചർ ടെക്സ്റ്റിൽ നിന്നാണ് ഈ പറഞ്ഞു വന്നത്. പക്ഷേ ഈ പറഞ്ഞ കാര്യം നമ്മൾ ഊർജ്ജ സംരക്ഷണ ദിനം എന്ന് പറഞ്ഞൊരു ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനം അല്ലേ? നിങ്ങളുടെ സ്കൂളിൽ ഊർജ്ജ സംരക്ഷണ ദിനം ഇന്ന ദിനം ആചരിക്കണമെന്ന് ചെറിയൊരു ബോക്സിനകത്ത് കൊടുത്ത കാര്യമാണ്. സോ ഇവിടെ 1ഉം 2ഉം ശരിയാണ്. അടുത്തത്, വാർത്താവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. ഭൂവിഭവത്തിന് ഉപയോഗിക്കുന്നതാണ് IRS.
വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇൻസാറ്റ് ISRO. കണക്ട് ചെയ്യാനാണ് പറഞ്ഞത്. നോക്കിയേ, വാർത്താവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറഞ്ഞ പേരെന്താണ്? വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ഇൻസാറ്റ്സ് കേട്ടോ, ഇൻസാറ്റ്സ്. അടുത്തത് ഭൂവിഭവ പഠനത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഏതാണ്? IRS, ശരിയാണ്. അടുത്തത് വിദ്യാഭ്യാസത്തിനായി ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഏതാണ്? EDUSAT കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം. അപ്പൊ ഏതാണ്? 1 5-നോടും 1 6-നോടും അല്ലേ, 1 6-നോടും 2 5-നോടും 3 4-നോടും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കിയേ, വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നതാണ് ഇൻസാറ്റ്. പിന്നെ അതുപോലെ തന്നെ ഭൂവിഭവ പഠനത്തിന് ഉപയോഗിക്കുന്നതാണ് IRS. വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതാണ് EDUSAT. എന്താ ISRO? ഇപ്പം മുമ്പേ കണ്ട സാധനം. എന്താ ISRO? ഇവിടെ കണ്ടില്ലായിരുന്നോ? എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ് ISRO കേട്ടോ. അത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 1-മായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇപ്പോൾ വേണമെങ്കിൽ ചന്ദ്രയാൻ 3-യുമായിട്ടുള്ള പ്രസ്താവന വേണമെങ്കിൽ ചോദിക്കാം. സോ ഓർക്കണം, ചന്ദ്രയാൻ 1-മായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. ശരിയാണോ പറഞ്ഞത്? ശരിയാണ് കേട്ടോ. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1. തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ, തെറ്റായതുകൊണ്ട് ശരിയായിട്ടുള്ളതല്ല. ഇനിയും 2008 ഒക്ടോബർ 22-നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കപ്പെട്ടത്. ശരിയാണോ? ശരിയാണ്. ഇനി ചന്ദ്രയാൻ 1 ഒരു പരാജയമായിരുന്നു. ശരിയായിരുന്നോ? ചന്ദ്രയാൻ 1 പരാജയമായിരുന്നോ? പരാജയമില്ലായിരുന്നു കേട്ടോ. ഒരു തിളക്കമാർന്ന വിജയം കണ്ടു കേട്ടോ. അതിൻ്റെ അടുത്ത് വരെ എത്തിയായിരുന്നു, പരാജയമല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോയിന്റ് ആണ് തെറ്റായിട്ടുള്ളത്. സോ ഓപ്ഷൻ 3 ആണ് തെറ്റ് കേട്ടോ. ഓക്കെ, അതും ആ പറഞ്ഞ പാഠത്തിൽ തന്നെ 117-ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് തെറ്റ് കേട്ടോ. കറക്റ്റായിട്ടുള്ള ആൻസർ. അതിൻ്റെ തിളക്കമാർന്ന വിജയം കണ്ടു, പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് കയറി പറ്റാൻ പറ്റിയില്ല. എങ്കിൽ പോലും അടുത്ത് വരെ ചെന്നിരുന്നു കേട്ടോ. 2-ഉം അതുപോലെ തന്നെ. പക്ഷേ 3 ആയിരുന്നു എന്ത് കഴിഞ്ഞ ഇടയ്ക്ക് വിട്ട 3 ആയിരുന്നു മെയിൻ വിജയം. അതിൻ്റെ ഒരു ക്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്, അത് നോക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ഭൂമധ്യരേഖ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്ന വേഗതയാണ് 1667 മീറ്റർ/സെക്കൻഡിൽ. ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെടുക്കുന്ന വേഗതയാണ് 1,06,000 മീറ്റർ/സെക്കൻഡ്. ഏതൊക്കെയാണ് ശരി? നോക്കി, ഭൂമധ്യ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്ന വേഗത എത്രയാണ്? വേഗത എത്രയെന്നറിയാവോ? ഭൂമധ്യ പ്രദേശത്ത് ഭൂമി നമ്മുടെ സൂര്യനെ സ്വയം തിരിയുന്ന വേഗത 1667 മീറ്റർ അല്ല, കിലോമീറ്റർ കേട്ടോ. KM ആയിരുന്നു വേണ്ടത്, മീറ്റർ അല്ല കിലോമീറ്റർ വേണം കേട്ടോ. ഈ പോയിന്റ് തെറ്റാണ്. ഇനി ഭൂമി സൂര്യനെ ചുറ്റുന്നെടുക്കുന്ന വേഗത എത്രയാണ്? അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. എത്രയാണ്? 1000 കിലോമീറ്റർ/സെക്കൻഡ്. എവിടെ നോക്കി? മീറ്റർ/സെക്കൻഡ് എവിടെ ഉണ്ട്? അപ്പോൾ യൂണിറ്റ് വരെ വെച്ചുകൊണ്ട് നമ്മളോട് ചോദ്യം ചോദിക്കാം. സോ നോക്കി വേണം പറയാം കേട്ടോ. 1,1667 കണ്ടപാടെ അങ്ങ് ചേടിപ്പോയി. 1 2 ശരിയാന്ന് ഓടിപ്പോയില്ല. എന്താണ്? കിലോമീറ്റർ/സെക്കൻഡിൽ. ഓർക്കണം, അത്രയും കിലോമീറ്ററിലാണ് സംഭവം. ഒരു സെക്കൻഡിൽ 1667 കിലോമീറ്ററാണ് ഭൂമി കറങ്ങുന്നത്. ഓർക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇത് ഭൂമി സൂര്യനെ ചുറ്റിനെടുക്കുന്ന വേഗത 1,06,000 കിലോമീറ്റർ/സെക്കൻഡ് ആണ് വേണ്ടത്. സോ ഈ 2 പോയിന്റും എന്താണ്? തെറ്റാണ്. സോ 1ഉം 2ഉം തെറ്റാണ് കേട്ടോ. ഓക്കെ, 1ഉം 2ഉം തെറ്റാണ്. 1ഉം 2ഉം തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് കറങ്ങുന്ന കസേര ലിഫ്റ്റ്, വീണയിലെ കമ്പി, ഊഞ്ഞാൽ. നോക്കിയേ, കറങ്ങുന്ന കസേര ദോലനമാണോ, ഭ്രമണമാണോ, വർത്തുല ചലനമാണോ, നേർരേഖ ചലനമാണോ, കമ്പനമാണോ? കറങ്ങുന്ന കസേര അടികൊള്ളും കേട്ടോ. കറങ്ങുന്ന കസേര എൻ്റെ പള്ളി. കറങ്ങുന്ന കസേര എന്താണ്? ഞാൻ കറങ്ങി കാണിക്കാം. കറങ്ങുന്ന കസേര ഞാനിരിക്കുന്ന കറങ്ങുന്ന കസേരയല്ല. എന്നെ കാണാമോ നിങ്ങൾക്ക്? നിങ്ങൾ കാണിച്ചിട്ടേ ഉള്ളൂ. ഇത് എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്ഷ്മിയും ചോദിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ. ലക്ഷ്മിനകത്തില്ലേ ലക്ഷ്മി? ലക്ഷ്മി എന്നോട് ചോദിച്ചപ്പോൾ ലക്ഷ്മിക്ക് കാര്യങ്ങൾ കിട്ടിയായിരുന്നു. ഓക്കെ, ഇവിടെ എന്നെ കാണാം നിങ്ങൾക്ക്? ഓക്കെ, കാണത്തില്ലേ? ഇത് കണ്ടില്ലേ? കറങ്ങുന്ന കസേരയിൽ ഞാൻ ഇരിക്കുന്നത്. ഇതിനൊരു കുഴപ്പമുണ്ട്. എന്താണ്? ഒരക്ഷരമേ ഉള്ളൂ. ഇങ്ങനെ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. ഈ അക്ഷരത്തിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് കറങ്ങാൻ പറ്റും. കണ്ടോ? ഞാൻ പോയിന്റ് മാറുന്നുണ്ടോ? ഇല്ല, കണ്ടോ? ഈ പോയിന്റ് എനിക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ എന്താണ്? ഒരക്ഷരത്തെ ആസ്പദമായി കറങ്ങുന്ന കസേര കേട്ടോ. അതിന് പറഞ്ഞ പേരെന്താണ്? നമ്മുടെ ഭൂമി അതിൻ്റെ അക്ഷരത്തെ ആസ്പദമാക്കി തിരിയത്തില്ലേ? അതിന് പറഞ്ഞ പേരെന്താണ്? ഭ്രമണം. വർത്തുള്ള ചലനമാണോ? ഓർക്കണം കേട്ടോ. വർത്തുള്ള ചലനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വട്ടത്തിൽ പോകണം. പറഞ്ഞാൽ മനസ്സിലായി? വട്ടത്തിൽ കറങ്ങണം വർത്തുള്ള ചലനമാണെങ്കിൽ. വർത്തുളം എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, വട്ടത്തിൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർക്കണാണ് എന്താണ്? കറങ്ങുന്ന കസേര എന്തിന് ഉദാഹരണമാണ്? ഭ്രമണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ 1 ഇവിടെ വന്നു. അടുത്തത് ലിഫ്റ്റ് എങ്ങനെ പോകുന്നേ? മുകളിലോട്ട് താഴോട്ട്.
ഏ അല്ല, കറങ്ങുന്ന ഇത് കേൾക്ക്, കറങ്ങുന്ന കസേര ഇതല്ലേ, ഇതൊരു അക്ഷമാണ്, ഇതൊരു കറങ്ങുന്ന കസേരയുടെ അക്ഷമാണ്. ഇതിലാണ് 4 കാലിരിക്കുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന സാധനം അതേല, ഇതിൻ്റെ മേളിലാണ് നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ വരയ്ക്കാൻ ഇച്ചിരി പുറകോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ സംഭവം എന്നാന്ന് കണ്ടില്ല, ഇങ്ങനെയല്ല കസേര കാണുന്നത്. അപ്പോൾ ഒരു അക്ഷത്തെ ആസ്പദമാക്കിയല്ലേ ഇത് കറങ്ങുന്നേ, മനസ്സിലായോ? ഒരക്ഷത്തെ അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തെ ആസ്പദമാക്കിയല്ലേ കറങ്ങുന്നേ. ഈ നടുക്കത്തെ ഈ ഒരു പോയിന്റ് വെച്ചുകൊണ്ടല്ലേ ഇത് കിടന്ന് വട്ടത്തിൽ കറങ്ങുന്നേ, ശരിയല്ലേ? ശരിയല്ലേ? അല്ലാതെ ഓടി നടന്ന് കറങ്ങുന്നുണ്ട്, ഇത് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഈ സാധനം വർത്തുള്ള ചലനം എന്ന് വെച്ചാൽ വട്ടത്തിൽ ഓടി അടുത്ത് കറങ്ങണം, അങ്ങനെയാണ് അത് കറങ്ങുന്നത്. ഒരക്ഷത്തെ നിന്നുകൊണ്ട് ഞാൻ കണ്ടില്ല, നിന്നടുത്ത് തന്നെ ഇരുന്ന കറങ്ങും. അല്ല ഞാൻ ഈ റൂമിന് ചുറ്റും കിടന്ന് കറങ്ങിയോ? കറങ്ങിയോ ഇല്ലല്ലോ. അപ്പോൾ ഓർക്കേണ്ടതാണ്, കറങ്ങുന്ന കസേര എപ്പോഴും ഭ്രമണം കേട്ടോ. നമ്മുടെ ഭൂമി എങ്ങനെ കറങ്ങുന്നത്, അതിൻ്റെ ആക്സിസ് നിന്നുകൊണ്ടല്ല കറങ്ങുന്നത്, ശരിയല്ലേ? നമ്മൾ പറയുന്ന ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട്, 23.5 ഡിഗ്രി നിപ്പുണ്ട്. ആ ഇമാജിനറി ആക്സിസ് നിന്നുകൊണ്ടാണ് നമ്മുടെ ഇത് കറങ്ങുന്നതാണ് പറയുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഓർക്കണം, കറങ്ങുന്ന കസേര വർത്തുള്ള ചലനം എന്ന് അവിടെ കൊടുക്കുന്നത്, അത് തെറ്റാ കേട്ടോ. അപ്പം നീന എനിക്ക് അയച്ചു തന്ന വർത്തുള്ള ചലനം അല്ല കേട്ടോ. കറങ്ങുന്ന കസേര എന്താണ്, ശരിക്കും പറഞ്ഞാൽ അത് ഭ്രമണമാണ് കേട്ടോ. കറങ്ങുന്ന കസേരയ്ക്ക് ഭ്രമണമാണ് ഉള്ളത്, നീന കേട്ടോ, ഭ്രമണമാണുള്ളത്. പക്ഷേ ഈ കസേരയുടെ ഇടയിൽ ഈ വീല് കണ്ടോ, ഈ വീല് കണ്ടില്ലേ? ഈ വീല് വേണമെങ്കിൽ വർത്തുള്ള ചലനത്തിൽ കറങ്ങാം, പറഞ്ഞാൽ മനസ്സിലായത്. ഈ വീല് അങ്ങോട്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് കറങ്ങുന്നത്, നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഈ കസേര ഒരു പ്ലേസ് മറ്റിടത്തോട്ട് നീങ്ങുന്നത് കേട്ടോ, പറഞ്ഞാൽ മനസ്സിലായോ? പക്ഷേ കറങ്ങുന്ന കസേര വെച്ചാൽ നമ്മൾ ഇരുന്ന് കറങ്ങുന്ന പൊസിഷനാണ് ഓർക്കുന്നത്. അവിടെ വരുന്നത് എന്താണ്, ഭ്രമണമാണ്. നമ്മുടെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ നിന്നുകൊണ്ട് കറങ്ങത്തില്ലേ, 23.5 ഡിഗ്രി ചെരിവിൽ നിന്നുകൊണ്ട് ഇരുന്ന് സ്പീഡ് കറങ്ങത്തില്ലേ, ആ സാധനമാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ കറങ്ങുന്ന കസേര എപ്പോഴും ഭ്രമണമാണ്, അതായത് ഒരക്ഷത്തെ ആസ്പദമാക്കി കറങ്ങുന്നതാണ് കസേര. അപ്പോൾ ഓർത്തിരിക്കണം, എന്താണ് അത്, ഭ്രമണമാണ്. ഓക്കെ, അതിൻ്റെ അകത്തൊക്കെ എറർ വരാം, സോ ഓർക്കണം കേട്ടോ. അടുത്ത എന്താണ്, ലിഫ്റ്റ് എങ്ങനെയാണ് പോകുന്നത്, മുകളിലോട്ടും താഴോട്ടും. അതെന്താണ്, നേർരേഖ ചലനം കേട്ടോ, നേർരേഖ ചലനമാണ് വരുന്നത്. അല്ലെ മാമ്പഴത്തിൻ്റെ തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങ, മാവിൽ നിന്ന് വീഴുന്ന മാങ്ങ, അല്ലേ, ഇതെല്ലാം എന്താണ്, നേർരേഖ ചലനമാണ്. അപ്പം 2 ലിഫ്റ്റ് വരുമ്പോൾ ഇവിടെ വരും. ഓക്കെ, അടുത്ത വീണയിലെ കമ്പി. ഓർക്കണമാണ്, വീണയിലെ കമ്പി എന്താണ്, വീണയിലെ കമ്പി കമ്പനം അല്ലേ, അതായത് വൈബ്രേഷൻ അല്ലേ, ശരിയാ. അപ്പോൾ വൈബ്രേഷൻ ആണ് വരേണ്ടത്. അതായത് ദ്രുതഗതിയിലുള്ള ദോലനത്തിന് പറഞ്ഞ പേരാണ് കമ്പനം, ശരിയല്ലേ? അതായത് നമ്മുടെ ക്ലോക്കൊക്കെ അടിക്കുവാണെങ്കിൽ എന്താണ്, ടിങ് എന്ന് അടിച്ചു അല്ലേ. പക്ഷേ ദോലനം നമ്മുടെ ഫോണൊക്കെ വൈബ്രേറ്റ് ചെയ്തില്ലേ, അപ്പോൾ വൈബ്രേഷൻ, അതായത് നമ്മുടെ ട്യൂണിംഗ് ഫോർക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, +2 സയൻസ് എടുത്തിട്ട് ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ അടിച്ചിട്ട് നമ്മളൊരു ഇതിനകത്ത് റെസൊണൻസ് കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ അതിനകത്ത് ട്രെന്ന് കുറേ നേരം നീണ്ടു നിൽക്കും അല്ലേ, ആ സാധനം. അപ്പോൾ ഓർക്കണ്ടാണ് കമ്പനം എന്ന് പറഞ്ഞാൽ അതാ കേട്ടോ, അതായത് കുറേ നേരം നീണ്ടു നിൽക്കും. അപ്പോൾ വീണയിലെ കമ്പി നമ്മൾ വിട്ടാൽ ഇങ്ങനെ നീണ്ടു പോകത്തില്ലേ, അപ്പോൾ അതാണ് കമ്പനം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഉള്ളതാണ് എന്താണ്, അപ്പോൾ വീണയിലെ കമ്പി കമ്പനം. അപ്പോൾ ഇത് 3 വരും. പിന്നെ ഉള്ളത് ഊഞ്ഞാൽ എങ്ങനെയാണ് പോകുന്നത്, ഊഞ്ഞാൽ എങ്ങനെയാ, നമ്മുടെ ദോലനം എങ്ങനെ, മുൻപോട്ട് പുറകോട്ട് കേട്ടോ. അപ്പോൾ ഓർക്കനാണ്, ദോലനം എന്താണ്, നമ്മുടെ ഊഞ്ഞാലാണ് വരേണ്ടത്, ശരിയല്ലേ? ഇങ്ങനെയല്ല ഊഞ്ഞാലാടുന്നത്, ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയും അല്ലേ, ഇങ്ങനെ. അപ്പോൾ ഓർക്കൊണ്ടാണ്, ഇതാണ് നമ്മുടെ ദോലനം. ഇനിയും ഈ ദോലനം വളരെ സ്പീഡിൽ അല്ലേ, ഇങ്ങനെ പെട്ടെന്ന് വരുന്നതാണ് എന്ത്, കമ്പനം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനിയുള്ള വർത്തുള്ള ചലനം. എന്താ വർത്തുള്ള ചലനം, ഓർമ്മയുണ്ടോ? വർത്തുള്ള ചലനം, നമ്മളൊരു മനുഷ്യനെ നിർത്തുക, നമ്മുടെ ഒരു ഈ കൊച്ച് കയ്യിലൊരു കയറ് കെട്ടിയിട്ട് അതിൻ്റെ തുമ്പത്തൊരു കല്ല് കെട്ടി കൊച്ചി ഇങ്ങനെ വട്ടത്തിൽ ഈ കല്ല് കറക്കുവാണെങ്കിൽ ഇതിന് പറഞ്ഞ പേരെന്താണ്, വർത്തുള്ള ചലനം കേട്ടോ. വട്ടത്തിൽ കറങ്ങണം, പറഞ്ഞ മനസ്സിലായോ? വർത്തുള്ള ചലനം മനസ്സിലായോ? വട്ടത്തിലാണ് കറങ്ങേണ്ടത്. അതായത് നമ്മുടെ ഇവിടെ നിൽക്കുക, നമ്മുടെ കോമ്പസ് വെച്ച് പെൻസിൽ കറക്കത്തില്ലേ, ട്രിങ്, കണ്ടില്ലേ കോമ്പസിനെ വെച്ചുകൊണ്ട്, അത് നമ്മൾ വട്ടത്തിലാണ് ഇറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളവിടെ നിന്നുകൊണ്ട് നമ്മുടെ കല്ലിനെ എടുത്ത് നമ്മൾ വട്ടത്തിൽ ഇറക്കേണ്ടത് വർത്തുള്ള ചലനം കേട്ടോ, അത് ഓർത്തിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയാണ്, ബിയിലാണുള്ളത്. 1 6 2 8 3 9 4 5 കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരേണ്ടത്. സോ ഈ ചലനങ്ങളൊക്കെ ഓർത്തിരിക്കും കേട്ടോ, തെറ്റിപ്പോയല്ലോ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗലീലിയാണോ? നിർബാധ്യം താഴേക്ക് വരുന്ന വസ്തുക്കൾക്ക് ഭാരമില്ല അനുഭവപ്പെടുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ന്യൂട്ടനാണ്. ഗ്രഹങ്ങളുടെ സൂര്യന് ചുറ്റുമുള്ള കറക്കവുമായി ബന്ധപ്പെട്ട ഗ്രഹണ ചലന നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ക്ലെപ്പറാണ്. ആലോചിക്കേ, ഒന്നാമത്തെ നോക്ക്, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗലീലിയാണോ ആവിഷ്കരിച്ചത്? അല്ല, പകരം ആരാ ആവിഷ്കരിച്ചത്? ഗലീലിയോ അല്ലാതെങ്കിൽ പിന്നെ ആരാ ആവിഷ്കരിച്ചത്? ന്യൂട്ടൻ കേട്ടോ, ന്യൂട്ടനാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ ഈ പോയിന്റ് തെറ്റാണ്. അടുത്തത്, നിർബാധ്യം താഴേക്ക് വരുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുന്ന എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ന്യൂട്ടനാണോ? അതായത് നിർഭാഗ്യം താഴേക്ക് ഫ്രീ ഫോൾ ചെയ്യുക എന്ന് പറയും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. ഫ്രീ ഫോൾ ചെയ്യുന്നതിന് യാതൊരു ഭാരവുമില്ല എന്ന് പറഞ്ഞ് കണ്ടെത്തിയത് ന്യൂട്ടനാണ് കണ്ടുപിടിച്ചത്. അല്ല, പിന്നെ ആരായിരുന്നു കണ്ടെത്തിയത്?
പിന്നെ ആരായിരുന്നു കണ്ടെത്തിയത് അറിയാവോ? ഇത് നമ്മുടെ DLED ടെക്സ്റ്റ് ബുക്കിലുണ്ട്. DLED എനിക്കൊന്ന് സെമസ്റ്റർ 2-ലുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞു, ആരാ കണ്ടുപിടിച്ചത്? നിർഭാഗ്യം താഴേക്ക് വരുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആരാ കണ്ടുപിടിച്ചത്? ആരാ കണ്ടുപിടിച്ചത്? ആരാ? അറിയത്തില്ലേ? ഹലോ, അറിയത്തില്ലേ? അത് ശരി. ഫ്രീ ഫോൾ കണ്ടെത്തി ആരാന്നറിയോ? നമ്മുടെ ഗലീലിയോ കേട്ടോ. നേരെ തിരിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. ഗലീലിയോയാണ് ഫ്രീ ഫോൾ കണ്ടെത്തിയത് പറഞ്ഞത് കേട്ടോ. പിന്നെ അടുത്തത് സൂര്യങ്ങളുടെ ഗ്രഹങ്ങളുടെ സൂര്യന് ചുറ്റുമുള്ള കറക്കവുമായി ബന്ധപ്പെട്ട ഗ്രഹണചലന നിയമം ആവിഷ്കരിച്ചാണ് ക്ലെപ്പർ. ശരിയാണോ? ക്ലെപ്പറാണ് ആവിഷ്കരിച്ചത്. ഇത് നമ്മുടെ DLED S2-ൽ കേട്ടോ. ക്ലെപ്പറാണ് ആവിഷ്കരിച്ചത്. സോ 1ഉം 2ഉം തെറ്റാണ്, 3 മാത്രം ശരി. എന്ത് ചെയ്യും? 3 ശരി, 1ഉം 2ഉം തെറ്റ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മിക്കപ്പോഴും ഇതിലുള്ള ഓപ്ഷൻ എന്താണ്? തിരിഞ്ഞും പറഞ്ഞ് കിടക്കുക കേട്ടോ. ഇങ്ങോട്ടും കിടക്കുന്നതായിരിക്കും. സോ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലന വേഗത കുറയുന്നു. ശരിയാണോ പറഞ്ഞത്? ചെറിയത് ഉപയോഗിച്ച്, അതായത് ഇങ്ങനെയുള്ള ചെറിയ ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വലുത് കറക്കുവാണെങ്കിൽ ഇതിൻ്റെ ചലന വേഗത കുറയുമെന്ന്. ശരിയല്ലേ പറഞ്ഞത്? ആ പറഞ്ഞ പോയിന്റ് ശരി കേട്ടോ. ചുമ്മാ വരച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും അല്ലേ? ചെറിയത് ഉപയോഗിച്ച് നമുക്ക് വലുതിനെ കറക്കാൻ എപ്പോഴും പാടായിരിക്കും അല്ലേ? ചെറിയ മനുഷ്യനെ കൊണ്ട് വലിയ മനുഷ്യനെ തള്ളി നീക്കാൻ പറ്റുമോ? അങ്ങനെ ആലോചിച്ച് നോക്കി, പാടായിരിക്കത്തില്ലേ? ചെറിയൊരു മനുഷ്യൻ ഒരു കൊച്ചിനെ കൊണ്ട് കൊച്ചിൻ്റെ അപ്പനെ തള്ളി നീക്കാൻ പറഞ്ഞാൽ നടക്കുമോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഓർത്തിരിക്കും കേട്ടോ. അപ്പം ചെറിയ പൽക്കച്ചക്രം ഉപയോഗിച്ച് വലിയ പൽച്ചക്രം കറക്കുക എന്ന് പറയുമ്പം അവിടെ ചലന വേഗത കുറയും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, വലുത് ഉപയോഗിച്ച് ചെറുത് കറക്കുവാണെങ്കിലോ എന്നാ സംഭവിക്കും? അതിൻ്റെ വേഗത കൂടും കേട്ടോ. അങ്ങനെ ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ വരുമ്പം കണ്ടോ, വലിയ പൽക്കച്ചക്രം ഉപയോഗിച്ച് വലിയ പൽച്ചക്രം കറക്കുമ്പോൾ ചലന വേഗം കൂടും. ശരിയല്ലേ പറഞ്ഞത്? തിരിച്ച് മറിച്ച് വലിക്കണം. അതായത് വലുതേൽ കണക്ട് ചെയ്തൊരു ചെറുത് നമ്മൾ പിടിപ്പിച്ചാൽ എന്നാ സംഭവിക്കും? ഇതിൻ്റെ സ്പീഡ് കൂടും. ശരിയല്ലേ? അപ്പോൾ ഓർക്കണാണ്, ചെറുത് ഉപയോഗിച്ച് വലുത് കറക്കുമ്പോൾ ചലനവേഗം കുറയും, വലുത് ഉപയോഗിച്ച് ചെറുത് കറക്കുമ്പോൾ ചലനവേഗം കൂടും കേട്ടോ. ഇതൊക്കെയാണ് വണ്ടിയിൽ ഉപയോഗിക്കുന്ന തിയറി. വലുതിൽ നിന്നാണ് വലിയ ബെൽറ്റിൽ നിന്നാണ് ചെറിയ ബെൽറ്റിലോട്ട്. നമ്മുടെ ഈ ഇവിടെ ഈ അരിയൊക്കെ പിടിപ്പിക്കാൻ പോയിട്ടുണ്ടോ നിങ്ങൾ? അരിയൊക്കെ പിടിപ്പിക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ. അവിടെ ഒരു കണക്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഒരു മോട്ടർ ഇവിടെ ഓൺ ആക്കി വെക്കും. കണ്ടിട്ടുണ്ടോ? എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞു തന്നാൽ, ഒരു മോട്ടർ ഇങ്ങനെ ഓൺ ആക്കി വെച്ച് ഈ മോട്ടറിൽ ഒരു ബെൽറ്റ് പിടിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ബെൽറ്റിൽ നിന്ന് അവരെങ്ങനെയാണ് വേറൊരു ബെൽറ്റിലോട്ട് ഇങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ഓർക്കണാണ് കണ്ടോ, വലുത് ഉപയോഗിച്ച് അവർ ചെറുത് കറക്കാൻ നോക്കുന്നത്. ശരിയല്ലേ? വലിയ ചക്രം ഉപയോഗിച്ചാണ് ചെറുത് കറക്കുക. അപ്പോൾ എന്താണ്? കൂടുതൽ റൊട്ടേഷൻ ആർക്ക് കിട്ടും? ഈ പൊടിക്കുന്ന മെഷീന് കിട്ടും. അപ്പോൾ കുറഞ്ഞ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറഞ്ഞ വൈദ്യുതി ചെലവിൽ കൂടുതൽ കാര്യം പൊടിച്ചെടുക്കാൻ പറ്റും. അതാണ് അവിടെ അപ്ലൈ ചെയ്യുന്ന സയൻസ് കേട്ടോ. തിരിച്ച് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണ്? നിങ്ങൾ ഈ നെല്ല് കുത്തുന്ന മെഷീനാണ് കൃത്യം കാണാൻ പറ്റും. ആ സംഭവം നെല്ല് കുത്തുന്ന മെഷീൻ തമ്മിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ആലപ്പുഴ ഏരിയയിലൊക്കെ ഉള്ളവർക്കറിയാം അല്ലേ? നമ്മുടെ ഈ പറഞ്ഞ നെല്ല് കുത്തുന്ന മെഷീന് എന്താണ്, വലുതും ചെറുതും തമ്മിൽ എപ്പോഴും കണക്ട് ചെയ്ത് വെക്കുന്നത്. കാരണം അതുപോലെ തന്നെ ഈ പറഞ്ഞ കൊപ്ര ആട്ടുന്ന മെഷീൻ അല്ലേ, എക്സ്പെല്ലർ, ഇതൊക്കെ പോകണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ചുമ്മാ പോയിട്ട് അരി പൊടിപ്പിച്ചിട്ട് കരിഞ്ഞു പോയോ അല്ലെങ്കിൽ വാർത്തകൾ ശരിയായില്ലെന്ന് കുറ്റം പറഞ്ഞിട്ട് വരാനല്ല, അതിൻ്റെ പുറകെ എന്നാൽ സയൻസ് ഉള്ളത് നോക്കണം കേട്ടോ. ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നതൊക്കെ നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കണം. ഒരു രൂപയൊക്കെ നമ്മൾ കൊണ്ടിടാതെ വെയിറ്റ് ഒക്കെ നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം വരാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകെ സയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അപ്പോൾ ഓർക്കണാണ്, വലിയ പൽച്ചക്രം ഉപയോഗിച്ച് ചെറിയ പൽക്കച്ചക്രം ഇറങ്ങുമ്പോൾ ചലന വേഗം കൂടും. ഇത് തന്നെയാണ് നമ്മുടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഇല്ലേ, റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ? റബ്ബർ റോളർ, കോട്ടയംകാർക്കറിയാം. അതിലും എന്താണ് ഈ പറഞ്ഞ വലുതിനെ ഉപയോഗിച്ച് ചെറുത് കറക്കുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് സ്പീഡ് കുറയ്ക്കണമെങ്കിൽ, അതായത് ക്ലോക്കിൻ്റെ പൊറോഷൻ തല്ലിപ്പിടിച്ച് നോക്കിയിട്ടുണ്ടോ? ക്ലോക്കിൻ്റെ പൊറോഷം, ക്ലോക്ക് നമ്മുടെ ടൈം പീസ് വീട്ടിൽ പോയത് വല്ലതും തല്ലിപ്പിടിച്ച് നോക്കണം കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറുത് ഉപയോഗിച്ചായിരിക്കും വലുത് കറക്കുന്നത്. കാരണം എന്താണ്? സമയം ഒരു ഇതിട്ടാൽ പോയാൽ പോരെ, അതായത് ഒരു ഡിസ്റ്റൻസ് ഓഫ് ഇൻ്റർവെൽ ഒരേപോലെ പോകണം. അതുകൊണ്ട് ചെറുത് ഉപയോഗിച്ചായിരിക്കും അവിടെ വലുത് കറക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം അതൊക്കെ. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വണ്ടിയില്ലേ, വണ്ടി പിള്ളേരുടെ വണ്ടി, ഈ കളിപ്പാട്ടമുള്ള ഈ പുറകോട്ട് വിട്ടിട്ട് മുന്നോട്ട് പോകുന്ന വണ്ടിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ പുറകെ മോട്ടറുള്ള വണ്ടികളുണ്ട്, കണ്ടിട്ടുണ്ടോ? അതൊക്കെ പോയതുണ്ടെങ്കിൽ വീട്ടിൽ ചുമ്മാ തല്ലി പൊട്ടിച്ച് നോക്കണം കേട്ടോ. അതിനകത്തല്ലേ ഈ പറഞ്ഞ പൽചക്രങ്ങൾ കാണാൻ സാധിക്കും. ഇത് പല രീതിയിൽ അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വലുതിനെ ചെറുതുമായിട്ടും ചെറുതിനെ വലുതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്കപ്പോഴും ഈ ഫ്രണ്ടിലോട്ട് പോകുന്ന റിവേഴ്സ് വരുന്ന വണ്ടികളില്ലേ, നമ്മൾ റിമോട്ട് കാറുകളൊക്കെ ഇല്ലേ, ഫ്രണ്ടിലോട്ട് പോകുന്ന എപ്പോഴും വലുതിൽ നിന്ന് ചെറുതിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. റിവേഴ്സ് വരുമ്പോൾ എപ്പോഴും ചെറുതിൽ നിന്ന് വലുതോട്ടായിരിക്കും കണക്ട് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം പുറകോട്ട് പോകുന്ന ഇച്ചിരി പതുക്കെ ആയിരിക്കും എല്ലാ വണ്ടികളും വരുന്നത് അല്ലേ, പക്ഷേ മുന്നോട്ട് പോകുന്ന എപ്പോഴും സ്പീഡിൽ പോകണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പുറകിൽ ഉപയോഗിക്കുന്ന ശാസ്ത്രം കേട്ടോ. ശാസ്ത്രം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെന്താ പറയുന്നത്? 1ഉം 2ഉം ശരി കേട്ടോ. 1ഉം 2ഉം ശരി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 18ാം ക്വസ്റ്റ്യൻ. പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്നതാണ് ലോഡ് സ്റ്റോൺ. ശരിയാണോ? പ്രകൃതിയിൽ കാണപ്പെടുന്ന കാന്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ലോഡ് സ്റ്റോൺ. ശരിയാണ് അല്ലേ? അടുത്തത്
ലോഡ് സ്റ്റോണിനെ അറബികൾ വിളിച്ചിരുന്ന പേര് മാഗ്നറ്റ് എന്നാണ്. ശരിയാണോ പറഞ്ഞത്? ശരിയാണോ പറഞ്ഞത്? ലോഡ് സ്റ്റോണിനെ അറബികൾ വിളിച്ചിരുന്ന പേര് എന്താണ്? മാഗ്നറ്റ് എന്നാണ്. ശരിയാണോ? അല്ല അല്ലേ? പിന്നെ അവർ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? അതറിയാവോ? പേരെന്തായിരുന്നു? ഗ്രീക്കുകാർ വിളിച്ച പേരാ കേട്ടോ മാഗ്നറ്റ് എന്ന് കേട്ടോ. അത് അറബികൾ ആരെയും വിളിച്ചിട്ടില്ല. പോർക്കനാണ് ഗ്രീക്കുകാരാണ് വിളിച്ചത് കേട്ടോ. അറബികളല്ല, നമ്മുടെ ഗ്രീക്കുകാരാണ് വിളിച്ചത്. ഗ്രീക്കുകാർ വിളിച്ച പേരാണ് മാഗ്നറ്റ് കേട്ടോ. അപ്പം 1 ശരി 2 തെറ്റ്. എന്ത് ചെയ്യും? ഓപ്ഷൻ ബി കേട്ടോ. കേട്ടോ, ഒരു പേര്, ഒരു ആൾക്കാരുടെ പേര് വരെ വെച്ച് നമ്മൾ ചോദിക്കാം കേട്ടോ. സോ പഠിക്കുന്ന വൃത്തിക്ക് പഠിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ചിട്ടുണ്ട് കേട്ടോ, മിടുക്കി. ഓക്കെ, അടുത്ത് നോക്കിയേ 19ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. മിനി മോട്ടറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന കാന്തങ്ങളാണ് ബാർ കാന്തങ്ങൾ. ശരിയാണോ? ബാർ കാന്തങ്ങളാണോ മിനി മോട്ടറിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്? അല്ല. പിന്നെ എന്ത് കാന്തങ്ങൾ ഉപയോഗിക്കുന്നത്? എന്ത് കാന്തങ്ങൾ ഉപയോഗിക്കുന്നത്? പഠിച്ചില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കാന്തം എന്താണ്? ഇത് എന്ത് ഷേപ്പാ? എന്ത് ഷേപ്പ് ഇത്? ആർക്ക് രൂപത്തിൽ കേട്ടോ. ആർക്ക് കാന്തം കേട്ടോ. അതായത് ഓക്കെ, എൻ ട്യൂബ് പോലെയും അതുപോലെ തന്നെ ആർക്ക്, റിംഗ് ട്യൂബ്, അതുപോലെ തന്നെ ആർക്ക് കാന്തങ്ങളുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇതിങ്ങനെ ഇരിക്കുന്ന കാന്തം കേട്ടോ, നമ്മുടെ മോട്ടറിനകത്തൊക്കെ ഉള്ളത് കേട്ടോ. അതാണ് മിനി മോട്ടറിന് പുറത്തുനിന്ന് ഉപയോഗിക്കുന്ന കാന്തമാണ് റിങ് കാന്തം അഥവാ നമ്മുടെ നമ്മുടെ ആർക്ക് കാന്തം, അതായത് ചാപ രൂപത്തിലുള്ള കാന്തം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെറ്റാണ് കേട്ടോ. ഒന്നത്. രണ്ടാമത്, സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദിശ കിഴക്ക് പടിഞ്ഞാറാണ്. എൻ്റെ ദൈവമേ, ഇതിന് ഉത്തരം പറഞ്ഞില്ല ഞാൻ നിങ്ങളെ തല്ലിക്കൊല്ലും. ശരിയാണ്. തെക്ക് വടക്ക കേട്ടോ. നോർത്ത് സൗത്തിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കും കേട്ടോ. NSO അല്ലെങ്കിൽ SNO ആയിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എന്താ പറയുന്നത്, ഇത് നമ്മുടെ സഞ്ചാരികളൊക്കെ പോകുമ്പോൾ എന്നാ കൊണ്ടുപോകുന്നു പറഞ്ഞു. അതിൻ്റെ താഴെ തന്നെ പറയുന്നത് ഓർക്കുന്നില്ലേ? നമ്മുടെ അതിന് പറഞ്ഞ പേരെന്തായിരുന്നു? മാഗ്നറ്റിക് കോമ്പസ്. മലയാളത്തിൽ പറഞ്ഞാൽ എന്തായിരുന്നു മലയാളത്തിൽ പറയുന്ന പേര്? നമ്മുടെ വടക്ക് നോക്കി യന്ത്രം കേട്ടോ. വടക്കോത്ത് എപ്പോഴും നോക്കുന്നത് വടക്ക് നോക്കി യന്ത്രം കേട്ടോ. അപ്പം എന്താണ്? ഇതും തെറ്റാണ്. സോ 1ഉം 2ഉം തെറ്റാണ്. 1ഉം 2ഉം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എഴുതിയിട്ടുണ്ടോ? മിനി മോട്ടറിന്റെ പ്രവർത്തനത്തിന് ചാപ രൂപത്തിലുള്ള അല്ലെങ്കിൽ ആർക്ക് രൂപത്തിലുള്ള കാന്തങ്ങളോ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ് യോജിക്കുക. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? NS ഡയറക്ഷനിൽ ഒരു കാന്തത്തെ ചുമ കെട്ടിയിട്ടാൽ NS ഡയറക്ഷനിൽ ഭൂമിയുടെ എന്താണ് ആകർഷണത്തിനനുസരിച്ച് NS ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലേക്ക്. കിഴക്കും പടിഞ്ഞാറും ആരാ വരുന്നത്? നമ്മുടെ സൂര്യനോട് വേണം കണക്ട് ചെയ്യാം. എന്താണ്? സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഇല്ലെങ്കിൽ പോലും സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് പിടിക്കാം കേട്ടോ. അടുത്തത്, അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണപ്പെടുന്ന പേരാണ് വൃദ്ധി. ശരിയാണോ? അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണപ്പെടുന്നതെന്ന് പറഞ്ഞ പേരാണ് വൃദ്ധി. ശരിയാണോ? ശരിയാണ് കേട്ടോ. ഇനിയും പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാവം ഭൂമിയിൽ കാണപ്പെടുന്നത് കുറഞ്ഞു വരുന്ന പേരാണ് ക്ഷയം. ശരിയല്ലേ? നമ്മൾ പറഞ്ഞതല്ലേ ക്ഷയം ബാധിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് തീർന്നു പോകുന്നെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതും ശരിയാണ്. ഇനി എത്ര ദിവസം എടുക്കും? അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലേക്ക് പോകാൻ എത്ര ദിവസം എടുക്കും? അതും പറഞ്ഞാൽ ഡേറ്റ് ഓർത്തിരിക്കണമെന്ന്. ഓർമ്മയുണ്ടോ? അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസി വരെ എത്ര ദിവസം? എത്ര ദിവസം? ഓർമ്മയില്ലേ? ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ വീക്കിലി എക്സാമിനൊക്കെ ക്വസ്റ്റ്യനൊക്കെ ഇട്ടതാ. ഓർമ്മയില്ലേ? അമാവാസി അല്ലെങ്കിൽ അമാവാസിയിൽ നിന്ന് പൗർണമിയിലോട്ട് എത്ര ദിവസം ഉണ്ട്? അത് പറ. ഒരു കറുത്ത വാവിൽ നിന്ന് ഒരു വെളുത്ത വാവിലോട്ട് വരാൻ എത്ര ദിവസം എടുക്കും നമ്മൾ? ഒരു കറുത്ത കലണ്ടർ ഉണ്ടോ? എടുത്ത് നോക്ക്, പോയി കൗണ്ട് കിട്ടുക. അന്ന് പറഞ്ഞു തന്നാ 2 ഡേറ്റ് ഓർത്തിരിക്കണം. ആ ഡേറ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതുവാ. ആണോ അല്ലേ എന്ന് ചോദിക്കണ്ട, കൃത്യം പറഞ്ഞാൽ മതി. 14 ആണ്. 14, 13, 15 ദിവസത്തിനിടയ്ക്ക് നീങ്ങും കേട്ടോ. ഡിപ്പെൻസ് കേട്ടോ. ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസി ആയിട്ട് 28 ദിവസം മുതൽ 29 ദിവസം എടുക്കും കേട്ടോ. ഓർത്തിരിക്കും കേട്ടോ, മറന്നു പോലെ. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്, അതിൽ നിന്നാണ് ചോദ്യം വന്നത് കേട്ടോ. ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത പൗർണമിയിലേക്ക് വരാനായിട്ട് എത്ര ദിവസം? അല്ലെങ്കിൽ അമാവാസി 2-ാം തീയതി ആയിരുന്നു, പൗർണമി ഏത് ദിവസമായിരുന്നു ചോദിച്ചത്? ഓർമ്മയുണ്ടോ? അങ്ങനെ തന്നെ ചോദ്യം ചെയ്തത്. അമാവാസി 2-ാം തീയതി ആയിരുന്നെങ്കിൽ പൗർണമി ഏത് ദിവസമായിരുന്നു? അങ്ങനെ ആയിരുന്നു ചോദ്യം ചോദിച്ചത്. പൗർണമി ആണെങ്കിൽ അത് എത്ര ദിവസം വരും? 12 ആണെങ്കിൽ അതിൻ്റെ കൂടെ 14 കൂട്ടണം, 16 അതുപോലെ തന്നെ 16 15 ആയിരിക്കും വരുന്നത് കേട്ടോ. ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ദർപ്പണത്തിൻ്റെ സവിശേഷതകളാണ്? എല്ലാ ദിവസവും രാവിലെ കണ്ണാടി ഉള്ളവർക്ക് അറിയാൻ പറ്റും. നോക്കി, വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ശരിയല്ലേ? നമ്മൾ നോക്കുന്ന കണ്ണാടി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സമതല ദർപ്പണത്തിൽ നമ്മൾ പ്ലെയിൻ മിററിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വലിപ്പം തന്നെയായിരിക്കും നമ്മുടെ പ്ലെയിൻ മിററിൽ കാണപ്പെടുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ പോയിന്റ് ശരിയാണ്. അടുത്തത്, വസ്തുക്കളും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. നമ്മൾ കണ്ണാടിയിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ അതേ ദൂരം തന്നെ ആയിരിക്കും കണ്ണാടിക്കകത്ത് കാണുന്ന ദൂരവും. അപ്പോൾ ആ പോയിന്റ് ശരിയാണ്. ഇനിയും പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. എന്താണ് ഈ പാർശ്വിക വിപര്യം?
ഇൻവേർട്ടായിട്ട് കേട്ടോ, അതായത് ചെറിയൊരു എന്താണ് പാർഷിക വിപര്യം, അതായത് നമ്മുടെ ഇത് ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ കണ്ണാടി കാണുമ്പം നമ്മുടെ ആംബുലൻസ് എന്ന് എഴുതിയത് തിരിച്ച് കാണുന്നത്, ആംബുലൻസ് എന്ന് തിരിച്ചെഴുതി വെക്കുന്നത് കണ്ടിട്ടില്ലേ? പഠിച്ചില്ലായിരുന്നോ? വണ്ടിയുടെയൊക്കെ ഫ്രണ്ടിൽ ആംബുലൻസ് എഴുതി നമ്മൾ കണ്ണാടി കൂടി നോക്കുമ്പോൾ ആംബുലൻസ് ശരിക്കും വായിക്കാൻ പറ്റുന്നത് അതിന് പറഞ്ഞ പേരുണ്ടോ? പാർഷിക വിപര്യം കേട്ടോ, അതായത് തിരിച്ചൊരു ഇൻവേർട്ടർ ഫിഗർ എന്ന് പറയും. അപ്പോൾ ഇതും പോയിന്റ് ശരിയാണ്. അപ്പോൾ ഓർക്കനാണ് ഓക്കെ. അപ്പോൾ ഇത് ഏത് ഇതിലാണ് കാണപ്പെടുന്നത്, ഏത് ദർപ്പണത്തിലാണ് കാണപ്പെടുന്നത്? അത് നമ്മുടെ സമതല ദർപ്പണത്തിലാണ് കാണപ്പെടുന്നത്, അഥവാ പ്ലെയിൻ മിററിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ഇനിയും വണ്ടികളിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? വണ്ടികളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? റിയർ മിററായിട്ട് ഉപയോഗിക്കുന്നത് വെക്സ്, കാരണം കോൺവെക്സ് കേട്ടോ, വെക്സ് ആണ്. ഇനിയും നമ്മുടെ അല്ലാത്ത മിററിൽ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നോ? ഷേവിംഗ് മിറർ കേവ് കേട്ടോ, ഓർത്തിരിക്കുക. ഇതൊക്കെ പരീക്ഷിക്കുക കേട്ടോ. മിക്കപ്പോഴും ഈ വണ്ടിയുടെ മിറർ, അതായത് നമ്മുടെ എന്ത് മിററാണ്? ഈ പറഞ്ഞ റിയർ വ്യൂ മിറർ എന്ന് പറയും കേട്ടോ, റിയർ വ്യൂ മിറർ, അതായത് പുറവശം കാണാനുള്ള മിറർ, അത് വെക്സ് കേട്ടോ. റിയർ വ്യൂ മിററിന് ഉപയോഗിക്കുന്ന എന്താണ്? കോൺ വെക്സ് മിററാന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതാണ് മിക്കപ്പോഴും ചോദിക്കുന്നത്. നമ്മുടെ ഇനിയും വരുന്ന 8ാം ക്ലാസ്സിലെ ഫിസിക്സ് പാഠഭാഗത്തിൽ നമുക്ക് ഈ പറഞ്ഞ പാഠത്തെ പറ്റി പഠിക്കാനുള്ളത്, ഈ പറഞ്ഞ സമതല ദർപ്പണം, റിയല്, ഫോക്കസ്, പോള്, അതുപോലെ തന്നെ ആക്സിസ്, ഇതൊക്കെ പഠിക്കാനായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, അത് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ 3 ദർപ്പണങ്ങളും പഠിച്ചിരിക്കണം. ഓക്കെ. അടുത്തത് കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അതിൻ്റെ അകത്ത് കാലിഡോസ്കോപ്പും അതുപോലെ തന്നെ മറ്റൊരു സാധനം കൂടി ഉണ്ട്. എന്തായിരുന്നു നമ്മുടെ മറ്റൊരു സാധനം ഉണ്ട്, എന്താ ഓർക്കുന്നുണ്ടോ? കാലിഡോസ്കോപ്പ് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരെണ്ണം നമ്മുടെ പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്നത്, അതിന് പറഞ്ഞ പേരെന്തായിരുന്നു? പെരിസ്കോപ്പ് കേട്ടോ, പെരിസ്കോപ്പ്. പെരിസ്കോപ്പ്, അതായത് ഇങ്ങനെ എൽ ഷേപ്പിലിരിക്കുന്നു കേട്ടോ, ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനമില്ലേ, അതായത് ഇവർക്ക് ഗുഹയ്ക്കകത്തൊക്കെ ഇരുന്നുകൊണ്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇതിന് രണ്ടിനും ഉപയോഗിക്കുന്ന മിറർ ഏതായിരുന്നു? ഏത് പീസ് മിററാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ സമതല ദർപ്പണമാണ് യൂസ് ചെയ്യുന്നത്, അഥവാ പ്ലെയിൻ മിററാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഓർത്തിരിക്കണം. അടുത്തത് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് പറഞ്ഞ പേരാണ് പ്രതിപതനം. ശരിയാണോ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് പറഞ്ഞ പേരാണ് പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയും പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്നതിന് പറഞ്ഞ പേരാണ് പ്രകീർണനം, അതായത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ശരിയല്ലേ? ഘടകവർണ്ണങ്ങളായിട്ട് എത്രയായിട്ടാണ് മാറുന്നത്? ഓർമ്മയുണ്ടോ? പഠിപ്പിച്ചതാ. എത്ര എണ്ണമായിട്ടാണ് മാറുന്നത്? 7 എണ്ണം കേട്ടോ. ഏതാണ്? നമ്മുടെ വിബ്ജിയർ, VIBGYOR കേട്ടോ. ഇതൊക്കെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേവ് ലെന്ത്, അതായത് ഇതിൻ്റെ ട്രാവലിനുള്ള സെൻസ് എവിടെ നിന്നാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂവിൻ്റെ റെഡിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? യാത്ര ചെയ്യാനുള്ള കഴിവുള്ളത്. വയലറ്റിന് അത്ര യാത്രയുള്ള കഴിവില്ല, അതുകൊണ്ടാണ് നമ്മൾ റെഡ് ലൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓർമ്മയില്ലേ? പറഞ്ഞെന്ന് ഓർക്കുന്നില്ലേ? നമ്മുടെ വാഹനത്തിലും അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നലിലും ഒക്കെ നമ്മുടെ വേവ് ലെന്ത്, മലയാളത്തിൽ പറഞ്ഞാൽ തരംഗദൈർഘ്യമല്ലോ. എന്തായിരുന്നു മലയാളത്തിൽ പറയുന്നതായിരുന്നു? വേവ് ലെന്ത്. തരംഗദൈർഘ്യം. ശരിയല്ലേ? തരംഗദൈർഘ്യമല്ലേ മലയാളത്തിൽ പറയുന്നത്? അത് തന്നെ, തരംഗദൈർഘ്യം കേട്ടോ. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? നമ്മുടെ ചുവപ്പിനാണ്. അതുകൊണ്ടാണ് നമ്മൾ വാഹനങ്ങളിലൊക്കെ ചുവപ്പ് ലൈറ്റ് യൂസ് ചെയ്യുന്നത്, ഏറ്റവും ദൂരെ നിന്ന് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ റെഡ് ലൈറ്റിന് കുഴപ്പമുണ്ട്. എന്താണ്? ഈ പറഞ്ഞ തെറിച്ച് പോകുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സ്കാറ്റേഡ് ആയി പോകുന്നത് കുറവായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് ഇത് തുളച്ച് അതായത് അതിന് പെനിട്രേറ്റിംഗ് പവർ കൂടുതലാണ്, അതായത് ഒരു വസ്തുവിനെ തുളച്ച് ഇപ്പറേ കളക്കാനുള്ള കഴിവ് കൂടുതലാണ് നമ്മുടെ റെഡ് ലൈറ്റിന്. അതുപോലെ തന്നെ അതിന് സ്കാറ്ററിങ് കുറവായിരിക്കും, അതായത് എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ലൈറ്റ് അടിച്ചാൽ തെറിച്ച് പോകുന്ന രീതിയിലുള്ള ഇത് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നിങ്ങൾ കണ്ടില്ലേ ചില ലേസറൊക്കെ മിക്കത് ഏത് നിറത്തിലായിരിക്കും? മിക്ക ലേസർ ഏത് നിറത്തിലാണ് ഉണ്ടാക്കുന്നത്? റെഡ് നിറത്തിലുണ്ടാക്കും അല്ലേ? കാരണം സ്കാറ്ററിങ് കുറയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏതാണ്? സമതലത്തിന് ബാധകമല്ലാത്തത് ഏതാണ്? പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു, പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നു, പാർഷിക വിപര്യം ഉണ്ടാകുന്നു, മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുന്നു. ഇപ്പം ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? പ്രകാശത്തിൻ്റെ കൊടുത്തേന്നല്ലോ. എന്താ പറഞ്ഞേ? സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏതാണ്? പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു. എന്താണ് പ്രകീർണനം എന്ന് പറഞ്ഞാൽ? ഡിസ്പേർഷൻ ഉണ്ടാവുമോ സമതല ദർപ്പണത്തിന്? ഉണ്ടാവുമോ? അതിന് ബാധകമാണോ സമതല ദർപ്പണത്തിൽ? അതായത് പ്രകീർണനം എന്ന് പറഞ്ഞാൽ എന്നാ? ഒരു സൈഡ്, അതായത് ഒരു മിറർ ഇങ്ങനെ വെച്ചാൽ ആ മിററിന് ഇപ്പുറത്തോടി വെട്ടം കടന്നു വരുന്നത്. നമ്മുടെ ഈ പറഞ്ഞ സമതല ദർപ്പണത്തിനെ അങ്ങനെ വരുത്താൻ പറ്റുമോ? ഒരു ലൈറ്റ് അടിച്ച് ഇപ്പുറത്തോടി വരുത്താൻ പറ്റുമോ? തുളച്ചിറക്കാൻ പറ്റുമോ? സമതല ദർപ്പണത്തിൽ? ഇല്ല കേട്ടോ. അതിനാണ് ഈ പ്രകീർണനം. അതായത് പുറത്തോടി ഇറങ്ങി നമ്മുടെ ഈ പ്രിസം നമ്മൾ ഒണ്ടിച്ചല്ലേ, ഇത് ലൈറ്റ് അടിച്ച് ഇങ്ങനെ അടിച്ച് ഇതിൻ്റെ മീഡിയം മാറി ഇങ്ങനെ വന്ന് ഇതിൻ്റെ മീഡിയം വീണ്ടും മാറി ഇങ്ങനെ വന്ന് ഇങ്ങനെ 7 ഘടകവർണ്ണങ്ങളായിട്ട് ഇറങ്ങി വരും അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഗ്ലാസ് പീസ് തന്നെ അപ്പുറം ഇപ്പുറം ഉള്ളത്. പക്ഷേ മിററിനെ സംബന്ധിച്ച് അതിൻ്റെ പുറകെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കോ. ശരിയല്ലേ? ഒരു കവറിങ് ഉണ്ട്, അവിടെ തന്നെ ഇതിന് പ്രകീർണനം ഉണ്ടാകത്തില്ല.
അപ്പോൾ ഇതിന് ബാധകമല്ലാത്തത് പ്രകീർണനം ഉണ്ടാകത്തില്ല. ഇനി പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നു, ശരിയല്ലേ? ഒരു ടോർച്ച് എടുത്ത് നമ്മുടെ പ്ലെയിൻ മിററിലോട്ട് അടിച്ചാൽ നമുക്ക് ആ ലൈറ്റ് തിരിച്ച് ഇങ്ങോട്ട് അടിക്കത്തില്ലേ? ശരിയാണ്. ഇനി പാർശ്വിക വിപര്യം സംഭവിക്കുന്നു, നമ്മൾ മുമ്പേ പഠിച്ച പോലെ തന്നെ അല്ലേ? അതായത് ആംബുലൻസ് നേരി നമ്മളിപ്പോൾ നിങ്ങൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും സാധനം ഇട്ട് നമ്മൾ മിററിൽ കൊണ്ട് കാണിച്ചേ, അത് നേരെ തിരിഞ്ഞായിരിക്കും കാണുന്നത്, ആണ് പാർശ്വിക വിപര്യം. ഇനി മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു അല്ലേ? ചിലപ്പോൾ എന്താണ് മിഥ്യയായിട്ട്, അതായത് നമ്മുടെ ഉടായ്പായിട്ടുള്ള പ്രതിബിംബം ഉണ്ടായി കാണിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. അപ്പം ബാധകമല്ലാത്ത ഏതാണ്? പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് എന്താണ്? ബാധകമല്ലാത്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷമർദ്ദം ഉപയോഗിക്കുന്നതാണ് ബാരോമീറ്റർ, ശരിയാണോ? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണോ ബാരോമീറ്റർ? ശരിയാണ് കേട്ടോ. ബാരോമീറ്റർ നിർമ്മിച്ചത് ടോർസെല്ലിയാണ്, ശരിയാണോ? ശരിയാണ്. ഇനി ബാരോമീറ്റർ നിർമ്മിച്ച വർഷം 1644 ശരിയാണോ? ശരിയാണ്. സോ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനിയും ശ്രദ്ധിച്ചെഴുതേണ്ടതാണ്, 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം അറിയപ്പെടുന്നത് 8ാം ക്ലാസ്സിലുള്ളതാണ്. 7ാം ക്ലാസ്സിലുണ്ട്. 8ാം ക്ലാസ്സിലാണ് കൂടുതലും നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പഠിച്ചത്, ഓർമ്മയില്ലേ? അതായത് 1 മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളം അറിയപ്പെടുന്ന പേര് ഏതാണ്? ലീസ്റ്റ് കൗണ്ട്. അതായത് അതിൻ്റെ വാല്യൂ പഠിച്ചല്ലേ? 0.01 എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മുടെ +2 ഫിസിക്സ് എടുത്തവർക്ക് അറിയാം. നിങ്ങളുടെ ഈ ചെറിയ ഈ ഒബ്ജക്റ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളൊരു വെർനിയർ കാലിപ്പർ, ഓർമ്മയുണ്ടോ? വെർനിയർ കാലിപ്പേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനം എൻ്റെ ഫ്രണ്ടിലുണ്ട്, ഇങ്ങനെയുണ്ട്, ഇവിടെയുണ്ട് സാധനം. ഓക്കെ, ഇങ്ങനെയുണ്ട് സാധനം. ഇതിൻ്റെ അകത്തെ നമ്മുടെ ഡയമീറ്റർ അളക്കാനും അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളളൊക്കെ അളക്കാനും നമ്മൾ യൂസ് ചെയ്താണ് ഈ പറഞ്ഞ വെർനിയർ കാലിപ്പേഴ്സ്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരെണ്ണമാണ് കമ്പിയുടെയൊക്കെ കന ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരെന്താണെന്നറിയോ? ഇതുപോലെ തന്നെ വെർനിയർ കാലിപ്പറാണ് യൂസ് ചെയ്യുന്ന എന്താണെന്നറിയോ? സ്ക്രൂ ഗേജ് കേട്ടോ. ഇതാണ് സ്ക്രൂ ഗേജ് കേട്ടോ. അത് നമ്മുടെ കമ്പിയുടെ കനവില്ലേ, കമ്പി ഏത് കമ്പി? നമ്മുടെ ഈ പറഞ്ഞ ചെമ്പ് കമ്പികളൊക്കെ, വയറിൻ്റെ അകത്തൊരു പോകുന്ന ചെറിയ കമ്പിയില്ലേ, ആ കമ്പിയുടെ ഡയമീറ്ററൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ നമ്മുടെ ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? സ്കെയിൽ വെച്ചോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ പറഞ്ഞ സ്ക്രൂ ഗേജ് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ. അതാണ് സ്ക്രൂ ഗേജ് ഉപയോഗിക്കുന്നത് കേട്ടോ. ലിൻഡു കൈ അടിക്കുന്നത് +2 നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പേഴ്സ് അതിൻ്റെയൊക്കെ ലീസ്റ്റ് കൊണ്ട് വരുന്നത് 0.01 ആണെന്ന് ഓർത്തിരിക്കണം. അപ്പം മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാൻ ഏറ്റവും കുറഞ്ഞ നീളം അറിയപ്പെടുന്നതിനാണ് ലീസ്റ്റ് കൗണ്ട് കേട്ടോ. ലീസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ കൗണ്ട് നീളം കേട്ടോ, ഓർത്തിരിക്കണം. അടുത്തതൊക്കെ ശരിയായവ കണ്ടെത്തുക. ഒരു AU എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. ഒരു പാസ്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷമാണ്. 1 LY എന്ന് പറഞ്ഞാൽ 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. ഏതാണ്? നമുക്കറിയാൻ പറ്റും. എന്താണ്? ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. എന്താണ് 1 LY എന്ന് വെച്ചാൽ ലൈറ്റ് ഇയർ ഉദ്ദേശം കേട്ടോ. LY എന്ന് കേട്ടോ, ഇത് 1Y എന്നല്ല, LY എന്ന് ലൈറ്റ് ഇയർ ഉദ്ദേശം കേട്ടോ. ഓക്കെ, 1 AU എന്താണ്? AU ഫുൾ ഫോം എന്താ? AUയുടെ ഫുൾ ഫോം അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണോ? 15 കോടി കിലോമീറ്റർ ആണോ? പറഞ്ഞോ, 15 കോടി കിലോമീറ്റർ ആണോ? ശരിയായവയാണ് ചോദിച്ചത്. 15 കോടി കിലോമീറ്റർ ആണോ ഒരു AU? ഓർമ്മയില്ലേ? നമ്മുടെ 8ാം ക്ലാസ്സിൽ തന്നെ ഉള്ളതാണ്. 8ാം ക്ലാസ്സിലെ അളവുകൾ യൂണിറ്റുകൾ പാഠഭാഗത്തിൽ തന്നെ ഉള്ളത് എന്താണ്? ഒരു AU എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ കേട്ടോ. ഇനിയും ഒരു പാസ്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശവർഷമാണോ? ആണോ? എൻ്റെ പൊന്നെ ആരും മിണ്ടുന്നില്ലോ. ബുക്ക് എടുത്ത് കാണിക്കണോ? ഉറങ്ങിപ്പോയോ? ഹലോ, വേക്കപ്പ്. അതെ കേട്ടോ. ഇനിയും 1 ലൈറ്റ് എന്ന് വെച്ചാൽ 9.46 × 10⁻12 കിലോമീറ്റർ ആണെന്ന്, ശരിയാണോ? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 10⁻15 ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ 1, 2, 3 പ്രിൻറ്റിംഗ് എററായിരിക്കും. അപ്പോൾ 1, 2, 3 കറക്റ്റ് കേട്ടോ. അങ്ങനെ വേണം എടുത്തു. 9.46 എന്നതിൻ്റെ 10⁻15 കിലോമീറ്റർ ആണ് കേട്ടോ. ഓർത്തിരിക്കണം. ഓക്കെ, മറന്നുപോയല്ലോ. അടുത്തത് തെറ്റായവ തിരഞ്ഞെടുക്കുക. എന്താണ്? 1 mg = 10⁻6 കിലോഗ്രാം. 1 gram = 10⁻3 കിലോഗ്രാം. 1 ക്വിൻ്റൽ = 10⁻3 കിലോഗ്രാം. 1 ടൺ = 10⁻2 കിലോഗ്രാം. തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കണം. 1 mg ഒരു മില്ലിഗ്രാം എന്ന് പറയുന്നത് 10⁻6 കിലോഗ്രാം ആണെന്ന്, ശരിയാണോ? 1 mg അത് ശരി കേട്ടോ. ഇനി 1 gram എന്ന് പറയുന്നത് 10⁻3 കിലോമീറ്റർ ആണെന്ന്, കിലോഗ്രാം ആണെന്ന്, ശരിയാണോ? 1 gram എന്ന് പറയുന്നത് 10⁻3 കിലോഗ്രാം ആണ്, ശരിയാണ്. ഇനിയും 1 ക്വിൻ്റൽ = 10⁻2 കിലോഗ്രാം ആണ്. നമ്മുടെ 4ാം ക്ലാസ്സിലുള്ളതാണ് 1 ക്വിൻ്റലിൻ്റെ കാര്യം പറയുമ്പോൾ. 10⁻3 ആണോ? അല്ല, 100 കേട്ടോ. 100 അങ്ങനെ എഴുതും, 10⁻2 എന്ന് എഴുതുള്ളൂ, നോട്ട് 10⁻3. സോ ഇത് തെറ്റാണ്. അടുത്ത 1 ടൺ എന്ന് പറയുന്നത് 10⁻2 ആണെന്ന്. 1 ടൺ എന്ന് വെച്ചാൽ 1000 കിലോ അല്ലേ? അപ്പോൾ 1000 നമുക്ക് എങ്ങനെ എഴുതാം? 10⁻3 എന്ന് പറഞ്ഞ് എഴുതാം. സോ ഇതും തെറ്റാണ്. സോ 3ഉം 4ഉം ആണ് തെറ്റ്. അപ്പം ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ തീരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ,
സോ ഒരു സോളാർ ദിനം എന്നാൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൗര ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യോദയം മുതൽ അസ്തമയം വരെയാണോ, ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയാണോ, എയും ബിയും ഇവയൊന്നുമല്ല. ഏതാണ് ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയാണ് ഒരു സോളാർ ദിനം എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തതൊക്കെ വ്യക്തിയും അളവുകളും. അലക്സാണ്ട്രോ വോൾട്ടോ മർദ്ദം, ബ്രൈസ് പാസ്കൽ ബലം, ഐസക് ന്യൂട്ടൺ പൊട്ടൻഷ്യൽ വ്യത്യാസം. പറഞ്ഞോ. അലക്സാണ്ട്രോ വോൾട്ടോ കണ്ടുപിടിച്ചത് എന്നതാണ്? എന്നാ കണ്ടുപിടിച്ചേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് പാസ്കൽ കണ്ടുപിടിച്ചോ? പാസ്കൽ നിയമം എന്തായിരുന്നു കണ്ടുപിടിച്ചത്? പാസ്കൽ മർദ്ദം, കറക്റ്റ് ആണ്. അടുത്തത് ന്യൂട്ടൺ കണ്ടുപിടിച്ചത് എന്താണ്? ന്യൂട്ടൺ പഠിച്ചതാ ബലം. ഓക്കെ, ഓർക്കണാണ്. 1 6 2 എവിടോട്ടാണ്? 5 അല്ലേ? 2 4 3 5. അപ്പോൾ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ സി. കണ്ടോ, 1 6 2 4 3 5. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരേണ്ടത്. ഇനിയും തന്നിരിക്കുന്ന യൂണിറ്റുകളെ മൂല്യത്തിൽ അളവിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. എന്താണ്? തന്നിരിക്കുന്ന യൂണിറ്റുകളെ മൂല്യത്തിന്റെ അളവിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. എന്താണ് ആരോഹണ ക്രമം? ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലേ? അപ്പം നോക്കിയേ, മില്ലിമീറ്റർ, നാനോമീറ്റർ, സെന്റിമീറ്റർ, മൈക്രോമീറ്റർ. ഇതിൽ ഏറ്റവും ചെറുതാരാ? ഇതിൻ്റെ അകത്ത് പറ. ഏറ്റവും ചെറുതാരാ ഇതിൻ്റെ അകത്ത്? നാനോമീറ്റർ ഏറ്റവും ചെറുത്. നാനോമീറ്റർ. അതിൻ്റെ വലുതാരാ? നാനോമീറ്ററിൻ്റെ വലുതാരാ? മൈക്രോമീറ്റർ. അതിൻ്റെ വലുതാരാ? മില്ലിമീറ്റർ. അതിൻ്റെ വലുതാരാ? സെന്റിമീറ്റർ. അപ്പോൾ അത് വരേണ്ടത് ഓപ്ഷൻ 2 കേട്ടോ. ഓക്കെ, അടുത്ത സദിശ്യ അളവ് തിരഞ്ഞെടുക്കുക. നമ്മൾ സദിശ്യ അളവ് പഠിച്ചില്ലേ? ഒരു കോഡ് ഉണ്ടായിരുന്നു, ഓർത്തേ. എന്തായിരുന്നു സദിശ്യ അളവിൻ്റെ കോഡ്? മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുള്ള സദിശ്യ അളവിൻ്റെ കോഡ് എന്തായിരുന്നു? എന്താ? സതീശന്റെ അല്ല, സതീശന്റെ സ്ഥാനത്ത് കേട്ടോ, അത് ഓർത്തിരിക്കണം. സതീശന്റെ സ്ഥാനത്ത് ബലവും ഭാരവും കുറവായതിനാൽ അവിടെ ആരെയൊക്കെ പിടിച്ചിരുത്തിയത്? ത്വരണയും പിന്നെ ആരെയും എടുത്തിയത്? ഒരാളെ കൂടി ഇരുത്തിയായിരുന്നു. ആരെയായിരുന്നു? പ്രവേണയും കേട്ടോ, പിടിച്ചിരുത്തി കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം. അപ്പോൾ ഓർക്കണ്ടേ, സദിശ അളവിന് ഉദാഹരണം ആരൊക്കെയാണ്? സ്ഥാനാന്തരണം അല്ലേ? സ്ഥാനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ആരാണ്? നമ്മുടെ ഇങ്ങനെ സതീശന്റെ, ഇങ്ങനെ തന്നെ എഴുതിക്കോ, സതീശന്റെ സ്ഥാനത്ത്. അപ്പോൾ സ്ഥാനാന്തരം വന്നു. ഇനി എന്താണ്? ബലം അല്ലേ? ബലം ഉണ്ടോ അതിൻ്റെ അകത്ത്? കിടക്കുന്നു. പിന്നെ ഭാരം അല്ലേ? ഭാരമുണ്ട്. കുറവായതിനാൽ ആരെയൊക്കെ പിടിച്ചിരുത്തി? ആരെയൊക്കെ പിടിച്ചിരുത്തിയത്? പ്രവീണയും പ്രവേഗത്തെയും ത്വരണയും പിടിച്ചിരുത്തി. അപ്പോൾ നോക്കിയേ, ദൂരവും സാന്താനത്തെ വെച്ച് ബാക്കിയല്ല ഇല്ലേ? ഇല്ലേ? അപ്പോൾ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ എ അല്ലേ? 1 3 5 6 കേട്ടോ. 1 3 5 6 ആണ് വരേണ്ടത്. ദൂരവും സാന്ദ്രതയും വരത്തില്ല. കാരണം എന്താണ്? നമുക്ക് ദിശ പ്രസ്താവിക്കുന്നില്ല കേട്ടോ, ഓർത്തിരിക്കണം. ഉണ്ടോ? പാരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ സദിശ അളവുകൾ എന്ന് പറയുന്നു. സ്ഥാനാന്തരണം, പ്രവേഗം, ബലം, ഭാരം, ത്വരണം, ഇതെല്ലാം എന്താണ്? നമ്മുടെ സദിശ അളവുകളാണ്. പഠിച്ച കോഡ് ഓർത്ത് വെച്ചാൽ മതി. സതീശന്റെ സ്ഥാനത്ത് ബലവും ഭാരവും കുറവായതിനാൽ ആരെയൊക്കെ പിടിച്ചിരുത്തി? ത്വരണയും പ്രവീണയും പിടിച്ചിരുത്തി കേട്ടോ. അപ്പോൾ ത്വരണം കൂടി വരും കേട്ടോ, ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്, ഓർത്തിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്തിയാ പോയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മാവിൽ നിന്ന് മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. എന്താണ്? മാങ്ങ, നമ്മുടെ മാവുണ്ട്. ഓക്കെ, മാവേൽ മാങ്ങ കിടക്കുവാണ്. ഇത് നമ്മുടെ മാവ്, ഇത് മാവ് കേട്ടോ. ഇതിലൊരു മാങ്ങ ഇങ്ങനെ കിടപ്പുണ്ട്. ഓക്കെ, മാങ്ങ കിടപ്പുണ്ട്. ഇവിടെ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. താഴെ ഇത് ഫ്ലോറാണ് കേട്ടോ. 10 സെക്കൻഡ് കൊണ്ട് ഈ മാങ്ങ താഴേക്ക് വീഴാണ്ട് മാങ്ങ എത്ര സമയം എടുത്തു? വെറും 10 സെക്കൻഡ് എടുത്തു. അങ്ങനെയാണെങ്കിൽ മാങ്ങ തറയിൽ പതിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രവേഗം 50 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ ത്വരണം എത്രയായിരിക്കും? അപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്? ത്വരണത്തിൻ്റെ ഇക്വേഷൻ. എന്താണ് ത്വരണത്തിൻ്റെ ഇക്വേഷൻ? എന്താണ്? ത്വരണം. ഇക്വേഷൻ എന്താ? ത്വരണം. എന്താണ് ഇക്വേഷൻ? പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയം അല്ലേ? ഇനി പ്രവേഗമാറ്റം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വി മൈനസ് യു അല്ലേ? വി മൈനസ് യു ബൈ ടി. അപ്പോൾ വി എത്രയാണ് ഇവിടെ? എത്ര വെലോസിറ്റിയിലാണ് താഴേക്ക് വന്നത്? എത്ര വെലോസിറ്റി താഴേക്ക് വന്നത്? വലിച്ചു കൂട്ടി വന്നത് എത്രയില്ല? 50 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ വി എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് മൈനസ് യു എത്രയായിരുന്നു? മാങ്ങ നമ്മുടെ മാവേ കിടക്കുമ്പോൾ വെലോസിറ്റി ഉണ്ടോ? അതിന് യു ഇനിഷ്യൽ വെലോസിറ്റി വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ 0. അപ്പോൾ 50 മൈനസ് 0 ബൈ ടൈം എത്ര സെക്കൻഡ് കൊണ്ടാണ് വന്നത്? 10 സെക്കൻഡ് ഉണ്ട്. 50 മൈനസ് 0 ബൈ 10 എത്ര വരും? 50 ബൈ 10 കട്ട് ചെയ്ത് മാറ്റി എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ്. എവിടെയാണ് ഓപ്ഷൻ കിടക്കുന്നത്? ഓപ്ഷൻ എ ഉണ്ടോ? ഓപ്ഷൻ എയിലാണ് 50 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഉത്തരം കിടക്കുന്നത് കേട്ടോ. അപ്പോൾ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? കിട്ടിയോ? കണ്ടുപിടിച്ചോ? അപ്പം ഇതുള്ള കണ്ടോ, ഡയറക്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ച ഡയറക്റ്റ് ഇക്വേഷൻ ബൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആൻസർ ഇട്ടതാണ് പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റം വെച്ചാണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി കൊണ്ട് കുറയ്ക്കണം അല്ലേ? അന്ത്യപ്രവേഗത്തെ ആദ്യ പ്രവേഗം കൊണ്ട് കുറച്ചതിന് ശേഷം ടൈം ഇട്ട് എന്ത് ചെയ്യണം?
ഹരിക്കണം. അപ്പം ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞാൽ 0 ആണ്, കാരണം മാങ്ങ ഞെട്ടറ്റി വീഴാൻ പോകുന്നേ ഉള്ളൂ. അപ്പം മാങ്ങ സ്റ്റില്ലാണ്, അതുകൊണ്ടാണ് നമ്മൾ u0 എടുത്തത്. ഇനിയും അത് പലിച്ചു കുത്തി താഴേക്ക് വന്നു, എത്ര മീറ്ററില്ല, 50 മീറ്റർ പെർ സെക്കൻഡിൽ താഴേക്ക് വന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ v, അതായത് അന്ത്യപ്രവേഗം അതാ ഫൈനൽ വെലോസിറ്റി 50 ആണ്, താഴേക്ക് എത്തുന്ന സമയം 10 സെക്കൻഡ്. സോ v മൈനസ് u ബൈ ടി എന്ന് പറയുമ്പോൾ 50 മൈനസ് 0 ബൈ 10, 50 മൈനസ് 0 വെച്ചാൽ 50 ആണ്, 50 ബൈ 10 വരും, 0 0 വിട്ട് കളഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് പെർ നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു കാറ് 13 സെക്കൻഡ് കൊണ്ട്, ഓക്കെ, ഒരു കാറ് 13 സെക്കൻഡ് കൊണ്ട് 169 മീറ്റർ ദൂരം ഓടി. കാറിൻ്റെ വേഗത എത്ര? എന്താണ്, ഒരു കാറ് 13 സെക്കൻഡ് കൊണ്ട് എത്ര കിലോമീറ്റർ ഓടി? 169 കിലോമീറ്റർ ഓടി. സോ അപ്പോൾ അതിൻ്റെ വേഗത കണ്ടുപിടിക്കണം. വേഗത ഇക്വേഷൻ എന്താണ്? വേഗത ഈസിക്കൽ ടു സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പം നമുക്ക് മലയാളത്തിൽ എഴുതാം, വേഗത ഈസിക്കൽ ടു എന്താണ്, ദൂരം ബൈ സമയം, അല്ലേ, സമയം. അപ്പം നോക്കി, ദൂരം, സഞ്ചരിച്ച ദൂരം എത്രയാണ്? സഞ്ചരിച്ച ദൂരം 169, ഡയറക്റ്റ് കൊടുക്കാം, ബൈ സമയം എത്രയാണ്? 13 ഇട്ടോ, 169 13 ഉണ്ട്, 13 സ്ക്വയർ അല്ലേ 169, സോ അതിനെ എടുക്കണം, വെട്ടിക്കളയാം, അല്ലേ. 13 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വേണ്ടത്, ഓപ്ഷൻ എ. കണ്ടോ, ഡയറക്റ്റ് ആൻസർ ഇക്വേഷൻ പഠിക്കാമെങ്കിൽ സോ സിമ്പിളേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാറിൻ്റെ പ്രവേഗം 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഒരു കാറിൻ്റെ പ്രവേഗം, ഇത് ഞാൻ തൂത്തോട്ടെ, ഇവിടെ എഴുതി തരാം, ഇവിടെ ഉണ്ടല്ലോ, ഇത് തൂത്തോട്ടെ, കിട്ടിയോ ഈ ആൻസേഴ്സ്? തൂത്താൽ കുഴപ്പമുണ്ടോ? ഈ 2 ഓക്കെ, നിങ്ങൾ എടുക്കരുത്, എനിക്കറിയാം. ഓക്കെ, ഒരു കാറിൻ്റെ പ്രവേഗം എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്, സോറി 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 60 സെക്കൻഡ് കൊണ്ടുള്ള സ്ഥാനാന്തരണം എത്ര? അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? നമുക്കറിയാൻ പറ്റും കാറിൻ്റെ പ്രവേഗം, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചത് എന്താണ്? വെലോസിറ്റി ആണ് ചോദിച്ചത്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അല്ലെങ്കിൽ സ്ഥാനാന്തരണം ബൈ സമയമാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, നമ്മുടെ വെലോസിറ്റി അഥവാ പ്രവേഗം എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ഓർക്കണാണ്. ഓക്കെ, കാണിച്ചു തരാം. എന്താണ് ആ കാറിൻ്റെ പ്രവേഗം അഥവാ വെലോസിറ്റി തന്നിട്ടുണ്ട് നമുക്ക്. വെലോസിറ്റി എത്രയാണ്? നമുക്ക് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ഈസ് ഈക്വൽ ടു എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനിയും സമയം, അല്ലേ, സമയം എത്രയാണ്? 60 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാ കണ്ടുപിടിക്കണം? സ്ഥാനാന്തരണം കണ്ടുപിടിക്കണം. നമുക്ക് ആരുടെ ഇക്വേഷൻ അറിയത്തുള്ളൂ? പ്രവേഗം ഈസ് ഈക്വൽ ടു, അല്ലേ, പ്രവേഗം ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരണം ബൈ സമയം എന്ന ഇക്വേഷൻ കിട്ടും, ശരിയല്ലേ? സമയം കിട്ടും. ഇവിടെ നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത്? സ്ഥാനാന്തരണം കണ്ടുപിടിക്കണം. അപ്പോൾ സ്ഥാനാന്തരണം ഇവിടുത്തെ ഇങ്ങോട്ട് മാറ്റിയിട്ട് തന്നെ കിട്ടും. സ്ഥാനാന്തരണം ഈസ് ഈക്വൽ ടു പ്രവേഗം ഇൻറ്റു സമയം. ഓക്കെ, അപ്പം എത്രയാണ് പ്രവേഗം? എത്രയാണ് തന്നിരിക്കുന്നത്? 5 ഇൻറ്റു 60 സമയം. സോ IR 30, ഒരു 0 കൂടി ചേർത്താൽ 30 എത്രയാണ്? 300 മീറ്ററാണ് നമുക്ക് ആൻസർ വരേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? എന്താണ് പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ? നമുക്ക് അറിയത്തുള്ളൂ. പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ സ്ഥാനാന്തരണം ബൈ സമയം. അപ്പോഴും സ്ഥാനാന്തരണം ഈക്വൽസ് തന്നെ ഇപ്പം തന്നെ ഇടും. പ്രവേഗത്തെ സമയം കൊണ്ട് എന്താ എടുക്കണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രവേഗം 5 ഉണ്ട്, സ്ഥാനാന്തരണം 60 ഉണ്ട്, 60 സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ 60 ഇൻറ്റു 5 വെച്ചാൽ IR 30, 30ൻ്റെ ഉള്ളിൽ 0 കൂടി ചേർക്കണം. അപ്പോൾ 300 മീറ്റർ നമുക്ക് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനിയും നിശ്ചലാവസ്ഥയിൽ നിന്നും യാത്ര ആരംഭിച്ച ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ ത്വരണം എത്രയായിരിക്കും? വളരെ എളുപ്പം കണ്ടുപിടിക്കുക, അല്ലേ. ത്വരണം ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഇതിൽ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയം, ഇല്ലേ. ത്വരണം എന്ന് വെച്ചാൽ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയം. അപ്പം നോക്കിയേ, തൂക്കുവാണിതേ, പ്രവേഗമാറ്റം ബൈ സമയം. ഇത് എഴുതിയോ? തൂത്തോട്ടെ ഈ സൈഡ്, അല്ലേ, സ്ക്രീൻഷോട്ട് എടുത്തു, ജസ്റ്റ് ഒരു വരാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ത്വരണം അവിടെ കഴിഞ്ഞ ഈ ക്വസ്റ്റ്യൻ തീരും. ഓക്കെ, ത്വരണം ബേസിക്കലിൻ്റെ പ്രവേഗമാറ്റം ബൈ സമയം എന്തി വാ ഇവിടെ. ഓക്കെ, പ്രവേഗം ഈസിക്കൽ ടു, ഓക്കെ, ഇവിടുത്തെ പേന എടുക്കണം. ഓക്കെ, പ്രവേഗം ഈസിക്കൽ ടു എന്താണ്? ത്വരണം ഈസിക്കൽ ടു എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയം, അല്ലേ, സമയം. അപ്പോൾ നോക്കിയേ, പ്രവേഗമാറ്റം എത്രയാണ് ഇവിടെ? 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്റർ സെക്കൻഡ് കിട്ടി. അപ്പോൾ നോക്കിയേ, പ്രവേഗമാറ്റം എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ നേരത്തെ തന്നെ v മൈനസ് u ബൈ ടി. v എത്രയാണ് ഇവിടെ? v എത്രയിലാണ് കൊണ്ടുവച്ചത്? 75, അല്ലേ. അപ്പോൾ 75 മൈനസ് v, അല്ലേ, നിശ്ചലാവസ്ഥയിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ u എത്രയാണ്? നിശ്ചലാവസ്ഥയാകുമ്പം അനങ്ങാതെ കിടക്കുക, അല്ലേ. അപ്പോൾ എത്രയാണ്? 0 ബൈ ടൈം. എത്ര സമയം എടുത്തു? 5 സെക്കൻഡ്. സോ 75 0 കുറച്ചാൽ 75 ബൈ 5. 75 എത്ര 5 ഉണ്ട്? 50 10 വട്ടം, 25 5 വട്ടം. സോ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സെക്കൻഡ് സ്ക്വയർ ആണ് ആൻസർ വേണ്ടത്, ഓപ്ഷൻ ബി. കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ കണക്കുകൾ, വളരെ എളുപ്പമുള്ള കണക്കുകൾ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇംഗ്ലണ്ടിൽ ജനിച്ചു.
ശരിയാണോ? ഇംഗ്ലണ്ടിൽ ജനിച്ചോ ഐസക് ന്യൂട്ടൻ? ശരിയാണോ? ഇംഗ്ലണ്ടിലാണോ ജനിച്ച ഐസക് ന്യൂട്ടൻ? ശരിയാണ്. അടുത്ത് നോക്കിയേ, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ശരിയാണോ? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചോ? ആവിഷ്കരിച്ചു. ശരി കേട്ടോ. ഇനി പ്രശസ്തമായിട്ടുള്ള കൃതി ഞാൻ ഇന്നാൾ പറഞ്ഞല്ലേ, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, അതുപോലെ ഫിലോസഫിയ നാച്ചുറലിസ്റ്റിക്. ശരിയല്ലേ? അത് ശരിയാണ്. സോ ഓപ്ഷൻ 1, 2, 3 ശരിയാണ്. ആൻസർ എന്ത് ചെയ്യേ? 1, 2, 3 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോഗ്രാം നമ്മൾ പഠിച്ചത് അല്ലേ, 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് 1 കിലോഗ്രാം വസ്തു ഭൂമിയിൽ ആക്ട് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എത്രയായിരുന്നത്? 9.8 ന്യൂട്ടൺ. 9.8 ആണ് വരേണ്ടത് കേട്ടോ. ഓർത്തിരിക്കണം, 1 കിലോമീറ്റർ 9.8 ന്യൂട്ടൺ കേട്ടോ. അടുത്തത്, കാന്തത്തിന്റെ പുറത്ത് കാന്തിക ബലങ്ങളുടെ ദിശ. ഇത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ 8ാം ക്ലാസ്സിൽ തന്നെ അടുത്ത പാഠത്തിൽ വരുന്നത്. അതായത് ആൻസർ പഠിച്ച് ഓർത്തിരുന്നു. അതായത് കാന്തത്തിന് പുറത്ത് കാന്തിക ബലങ്ങളുടെ രേഖകളുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കാണോ? ഇനി കാന്തത്തിന്റെ അകത്ത് കാന്തിക ബലങ്ങളുടെ ദിശ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്കാണോ? ഏതാണ് ആൻസർ വേണ്ടത്? അറിയാവോ? നമുക്ക് ഇത് കാന്തികത എന്ന് പറഞ്ഞൊരു പാഠം നമ്മുടെ 8ാം ക്ലാസ്സിൽ വരും. നമ്മുടെ അടുത്ത പാഠം അതാ കേട്ടോ. ഈ പേജിൻ്റെ അകത്ത് വന്നുകൊണ്ട് തന്നെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. ഞാനത് വെട്ടിക്കള ഇട്ടുന്നേ ഉള്ളൂ. സോ ഓർക്കേണ്ടതാണ്, ഈ 39ാമത്തെ ക്വസ്റ്റ്യൻ്റെ 1ഉം 2ഉം ശരി. അതായത് കാന്തത്തിന് പുറത്ത് കാന്തിക ബലങ്ങളുടെ അല്ലെങ്കിൽ ബലരേഖകളുടെ ദിശ ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കാന്തത്തിൻ്റെ അകത്ത് കാന്തിക ബലരേഖകളുടെ ദിശ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്ക് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ് ഓർത്തിരിക്കണം. ഇവിടെ 1ഉം 2ഉം ശരിയാണ് കേട്ടോ. നമ്മുടെ അടുത്ത പാഠമുണ്ട് 8ാം ക്ലാസ്സിലെ കാന്തികത എന്ന് പറഞ്ഞൊരു പാഠമുണ്ട് കേട്ടോ. ആ പാഠത്തിൽ ഞാൻ ചോദ്യമാണിത്. സോ ഇവിടെ 1ഉം 2ഉം ശരിയാണ്. ഇപ്പോഴേ ഓർത്ത് വെച്ചു കേട്ടോ. ഇതാണ് ഒരെണ്ണം ഉത്തരധ്രുവത്തിൽ ദക്ഷിണ ധ്രുവത്തിലേക്കാണെങ്കിൽ കാന്തത്തിന് പുറത്തുള്ള കാന്തിക ബലം അല്ലെങ്കിൽ കാന്തിക ബലരേഖ. ഇനി കാന്തത്തിനകത്താണെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിൽ കേട്ടോ. അതുകൂടി ഓർത്തിരുന്നതാണ്. നമ്മുടെ അടുത്ത പാഠത്തിൽ വരുന്നതാണ്. സോ ഇതായിരുന്നു ക്വസ്റ്റ്യൻസ്. 39 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 39ന്റെ 70% പറഞ്ഞേ. എത്രയാണ്? 39ന്റെ 70%. എത്ര? 39ന്റെ 70% പറഞ്ഞേ. കിട്ടിയില്ലേ? 39ന്റെ 70% എത്രയാ? 27.5 കേട്ടോ. 27ക്ക് 28 എടുക്ക്. 28 ഉള്ളവർ എത്ര പേരുണ്ട്? 28 കിട്ടിയവർ 28 കൈവയ്ക്ക്. 28 കിട്ടിയവർ 28 കിട്ടിയവർ ആർക്കും കിട്ടിയില്ല? 28. 1, 2 പോരട്ടെ. സോണിയെ പൊന്നാട്ടെ. കിട്ടിയില്ലേ? ബാക്കിയെല്ലാം ഇറങ്ങിപ്പോയോ? 3 കേട്ടോ. അപ്പോൾ 28ഒക്കെ സിമ്പിളായിട്ട് വായിക്കാം അല്ലേ? പഠിച്ചതിനകത്തുനിന്ന് നമുക്ക് തന്നെ ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു. സോ ഇതായിരുന്നു നമ്മുടെ ആൻസേഴ്സ് വരും കേട്ടോ. അപ്പം പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ആൻസേഴ്സ്. ഇതിൻ്റെ PDF ഞാൻ ഇട്ടേക്കാം. ഒന്നുകൂടി റെഫർ ചെയ്യണം, പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. നാളെ രാവിലെ നമുക്ക് വിഷയമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. തുടങ്ങി കേട്ടോ. ടാറ്റാ.